ചെയ്തിരുന്നത്. ദെൻ തേർഡ് മൊഡ്യൂൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് റെയിൽവേൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, ഡിഫറെൻറ്റ് സോൺസ് ഏതൊക്കെയാണ്, പിന്നെ എന്താണ് പെർമനൻറ്റ് വേ, ദെൻ എന്താണ് പെർമനൻറ്റ് കമ്പോണൻറ്റ് പാർട്സ് എന്തൊക്കെയാണ്, ദെൻ ജോമെട്രിക്കൽ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റെയിൽവേ ജോമെട്രിക് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ദെൻ അതുപോലെ തന്നെ റെയിൽവേ സിഗ്നലിംഗ് എന്താണ്, റെയിൽവേ പോയിന്റിംഗ് എന്താണ്, റെയിൽവേ ക്രോസിംഗ് എന്താണ്, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ കമ്പോണൻറ്റ് പാർട്സ് എന്താണ്, ഇന്റർലോക്കിംഗ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രോസിങ്സ് എന്താണ്, ഇങ്ങനത്തെ, പിന്നെ സ്റ്റേഷൻ യാർഡ്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക തേർഡ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമുക്ക് ഇതുവരെ പ്രീവിയസ് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിരിക്കുന്നത് തേർഡ് മൊഡ്യൂളിൽ നിന്ന് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തേർഡ് മൊഡ്യൂളിൽ നിന്ന് കമ്പൽസറി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തേർഡ് മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മൊഡ്യൂളാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നന്നായി പഠിക്കുക കേട്ടോ. ദെൻ നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യൻ റെയിൽവേ കൊണ്ടുള്ള നമുക്ക് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ചോദിക്കുന്നത്. എന്തൊക്കെയായിരുന്നു? റെയിൽവേ ഹെൽപ്സ് ടു യൂണിറ്റ് പീപ്പിൾ ടു ഡിഫറെൻറ്റ് റിലീജിയൻ, കാസ്റ്റ്, അച്ചീവ്മെൻറ്റ് ആൻഡ് നാഷണൽ യൂണിറ്റി. എന്താണ്, നമുക്ക് ഡിഫറെൻറ്റ് കൺട്രീസും ഡിഫറെൻറ്റ് റിലീജിയനും ഡിഫറെൻറ്റ് കാസ്റ്റും ആയിട്ട് ഒരു നാഷണൽ യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷനാണ് എന്ന് പറയുന്നത് റെയിൽവേ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ഹെൽപ്പ് ടു മൈഗ്രേറ്റ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. അല്ലേ, ഒരു റീജിയനിൽ നിന്ന് വേറെ റീജിയനിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യും, റെയിൽവേ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. ടു കൺവീനിയൻറ്റ് പ്രൊവൈഡ് സേഫ് ആൻഡ് ചീപ്പ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് എന്ന് പറയുന്നത് റെയിൽവേ എന്ന് പറയുന്നത്. പിന്നെന്താ, ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം ഇൻഡസ്ട്രീസ് ക്യാൻ ബി ക്വിക്ക്ലി ട്രാൻസ്പോർട്ടഡ് ടു എനി പ്ലേസസ്. ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ, ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഗുഡ്സ് സർവീസസ് ഒക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ചീപ്പ് റേറ്റിൽ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്നതാണ് റെയിൽവേ ആണ്. പിന്നെ ഇന്ത്യൻ റെയിൽവേ ട്രാൻസ്പോർട്ട്സ് ഫുഡ്സ്, വാട്ടർ ആൻഡ് ക്ലോത്ത്സ് ടു ഡിസാസ്റ്റർ അഫക്റ്റഡ് ഏരിയ. ഡിസാസ്റ്റർ ആയിട്ട് അഫക്റ്റ് ചെയ്ത ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഗുഡ്സും സർവീസസും അതേപോലെ ഫുഡ്, വാട്ടർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെയിൽവേ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സോൺസ്. ഇന്ത്യൻ റെയിൽവേ വരുന്ന ഡിഫറെൻറ്റ് സോൺസും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് പറയുന്നത്. സെൻട്രൽ റെയിൽവേ വരുന്നത് എവിടെയാണ്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബോംബെ ആണ്. ഈസ്റ്റേൺ റെയിൽവേ വരുന്നത് കൽക്കട്ട, നോർത്തേൺ റെയിൽവേ വരുന്നത് ഡൽഹി, സദേൺ റെയിൽവേ വരുന്നത് മദ്രാസ്, നോർത്ത് ഈസ്റ്റ് റെയിൽവേ വരുന്നത് ഗോർഖ്പൂർ, സൗത്ത് റെയിൽവേ വരുന്നത് സെക്കന്ദരാബാദ്, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ വരുന്നത് കൽക്കത്ത, വെസ്റ്റേൺ റെയിൽവേ വരുന്നത് ബോംബെ, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ വരുന്നത് മാലിഗൺസിലാണ്. നമ്മൾ ഏത് സോണിലാണ് വരുന്നത്, നമ്മൾ സൗത്ത് റെയിൽവേസിലാണ്. നമ്മുടെ ഹെഡ് എവിടെയാണ്, മദ്രാസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോൺ ഹെഡ് വരുന്നത്. ഇതൊന്നും നാളിലെങ്കിലും മിനിമം പഠിച്ചു വെക്കാം കേട്ടോ നിങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയി വരുന്നതാണ് എന്താണ് പെർമനന്റ് വേ, പെർമനന്റ് വേയുടെ കമ്പോണന്റ് പാർട്സ്. ദിസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പെർമനന്റ് വേ? പെർമനന്റ് വേ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ദ ടു റെയിൽസ് ഓൺ വിച്ച് ദ ട്രെയിൻ മൂവ്സ് ടുഗദർ വിത്ത് സ്ലീപ്പേഴ്സ്, ബല്ലാസ്റ്റ് ആൻഡ് ഫിറ്റിംഗ് ഈസ് നോൺ ആസ് പെർമനന്റ് വേ. ഒരു സ്ട്രക്ചറാണ്. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്ത സ്ട്രക്ചറാണ്? അതിൽ സ്ലീപ്പേഴ്സ് ഉണ്ട്, റെയിൽസ് ഉണ്ട്, ബല്ലാസ്റ്റ് ഉണ്ട്, ഫിറ്റിംഗ്സ് ഇൻക്ലൂഡ് ചെയ്ത ആ ഒരു സ്ട്രക്ചറാണ് നമ്മൾ എന്ന് പറയുന്നത് പെർമനന്റ് വേ എന്ന് പറയുന്നത്, അല്ലേ? ടു റെയിൽസ് ഓൺ വിച്ച് ദ ട്രെയിൻ മൂവ്സ്. ട്രെയിൻ മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള 2 പാരലൽ റെയിൽസും, ദെൻ അതിൻ്റെ താഴെ വരുന്ന സ്ലീപ്പേഴ്സ്, ദെൻ അതിൻ്റെ താഴെ ബല്ലാസ്റ്റ്, ദെൻ അതുമായി കണക്ട് ചെയ്യുന്ന ഫിറ്റിംഗ്സ് എല്ലാം കൂടി ചേർന്ന ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയുന്നത്, പെർമനന്റ് വേ എന്ന് പറയുന്നത്. പിന്നെ ഐഡിയൽ പെർമനന്റ് വേ എന്താണെന്നുള്ളത് വായിച്ച് പഠിക്കാം. എങ്ങനെയായിരിക്കണം പെർമനന്റ് വേ, എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത്. ദ ഗേജ് ഷുഡ് ബി യൂണിഫോം ആൻഡ് കറക്റ്റ്. ഗേജിന്റെ സൈസ് യൂണിഫോം ആയിരിക്കണം. നാരോ ഗേജ്, ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണോ നമുക്ക് അവിടെ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ആ യൂണിറ്റ് എന്തിരിക്കണം, യൂണിഫോമും കറക്റ്റും ആയിരിക്കണം. ബോത്ത് ദ റെയിൽ ഷുഡ് ബി സെയിം ലെവൽ ഇൻ എ സ്ട്രേറ്റ് ട്രാക്ക്. സ്ട്രേറ്റ് ലെവലിൽ എങ്ങനെയായിരിക്കണം, സെയിം ലെവലായിരിക്കും. 2 ട്രാക്ക്, 2 റെയിലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നതായിരിക്കും സ്ട്രേറ്റ് ആയിരിക്കണം. On curves, proper superelevation should be provided to outer rails. നമ്മൾ റോഡിൽ പഠിച്ച പോലെ തന്നെ സൂപ്പർ എലിവേഷൻ നമ്മൾ എവിടെ പറയുക, നമ്മൾ കർവ്ഡ് ഏരിയാസിൽ നമ്മൾ എന്ത് ചെയ്യാം, ഔട്ടർ പോർഷൻ നമ്മൾ കുറച്ച് പൊന്തിച്ച് കൊടുക്കും, സൂപ്പർ എലിവേറ്റ് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ റെയിൽസിൽ എന്ത് ചെയ്യണം, കർവ് പോർഷൻസ് വരുമ്പോൾ അവിടെ ഒരു സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതെവിടെയാണ്, ഔട്ടർ റെയിൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ പെർമനന്റ് വേ ഷുഡ് ബി പ്രോപ്പർലി ഡിസൈൻ സോ ദാറ്റ് ലോഡ് ഓഫ് ദ ട്രെയിൻ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദ 2 റെയിൽസ്. ട്രെയിനിൽ വരുന്ന എല്ലാ ലോഡ്സും, ട്രെയിനിന്റെ ലോഡ്സ് ആയാലും അതിലുള്ള പാസഞ്ചേഴ്സിന്റെ ലോഡ്സ് ആയാലും ഗുഡ്സിന്റെ ലോഡ്സ് ആയാലും എല്ലാം ഏതിലേക്കാണ് ആദ്യം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, റെയിൽസൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അത് ഇതാക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്താണ് റെയിൽസിന് വേണം. ദ ട്രാക്ക് ഷുഡ് ബി ഇനഫ് ലാറ്ററൽ സ്ട്രെങ്ത്. ട്രാക്കിന് എന്തിരിക്കണം, ട്രെയിനിന്റെ സ്ട്രെങ്ത്തിനെ ക്യാരി ചെയ്യാനുള്ള ലാറ്ററൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം.
അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. ഇനി വരുന്നത് എന്താണ് ഗേജ്? ഗേജ് എന്ന് പറയുന്നത് എന്താണ്? ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ഫോഴ്സ് ഓഫ് ഹെഡ് ഓഫ് ടു റെയിൽസ് ഫോമിംഗ് ദ ട്രാക്ക് ഇസ് നോൺ ആസ് എ ഗേജ്. ഒരു ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റെയിൽസ് തമ്മിലുള്ള ഇന്നർ പോർഷനിൽ വരുന്ന ആ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറയുന്നത്? ഗേജ് എന്ന് പറയുന്നത്. ഗേജ് ഏതൊക്കെയാണ്? നാരോ ഗേജ് ഉണ്ട്, മീറ്റർ ഗേജ് ഉണ്ട്, ബ്രോഡ് ഗേജ് ഉണ്ട്. നാരോ ഗേജ് പറയുമ്പോൾ 0.76 മീറ്റർ ആണ് നാരോ ഗേജ് വരുന്നത്. മീറ്റർ ഗേജ് എന്ന് പറയുമ്പോൾ 1 മീറ്റർ ആണ്. ബ്രോഡ് ഗേജ് പറയുമ്പോൾ 1.67 മീറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ബ്രോഡ് ഗേജ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് നമ്മുടെ കമ്പോണന്റ് ഓഫ് പെർമനന്റ് വേ. എന്താണ് പെർമനന്റ് വേ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് കമ്പോണൻസ് ഓഫ് പെർമനന്റ് വേ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 7 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയായിരുന്നു കമ്പോണന്റ് പാർട്സ് ഓഫ് പെർമനന്റ് വേ? ഫസ്റ്റ് വൺ റെയിലാണ്. ദെൻ അതിന് താഴ്ന്നു വരുന്നത് റെയിൽ ജോയിന്റ് വരും, ദെൻ സ്ലീപ്പേഴ്സ് വരും, ദെൻ ബെല്ലാസ്റ്റ് വരും, ദെൻ റെയിൽ ഫാസ്റ്റനിങ്സും വരും. എന്താണ് റെയിൽസ്? ഫസ്റ്റ് വൺ നമുക്കൊന്ന് വായിച്ച് പഠിച്ചാവാം. എന്താണ് റെയിൽ? റെയിൽസ് ആർ കണ്ടിന്യൂസ് ഗേർഡേഴ്സ് വിച്ച് ക്യാരി ദ ആക്സിയൽ ലോഡ് ഓഫ് ദ ട്രെയിൻ. റെയിൽസ് വരുന്നത് ഒരു കണ്ടിന്യൂസ് ഗേർഡേഴ്സ് ആണ്. നിങ്ങൾക്ക് അറിയാം, 2 ഈക്വൽ ആയിട്ട് പാരലായി പോകുന്ന ആ പാത്തിൽ നമ്മൾ എന്താ റെയിൽസ് എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ഫംഗ്ഷൻ ആക്സിയൽ ലോഡ് ഓഫ് ട്രെയിൻ ക്യാരി ചെയ്യുക. ട്രെയിനിൽ വരുന്ന ആക്സിയൽ ലോഡ്സിനെ ക്യാരി ചെയ്യാനാണ് എന്ത് പറയുന്നത്? റെയിൽസിന്റെ ഇമ്പോർട്ടൻറ്റ് പോർഷൻ. ദെൻ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ദേ പ്രൊവൈഡ് സ്മൂത്ത് ആൻഡ് ഹാർഡ് സർഫസ് ഫോർ ദ വീൽ ഓഫ് ദ ട്രെയിൻ ടു റോൾ ഓൺ. ട്രെയിനിന്റെ വീൽസ് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ റോൾ ചെയ്യുന്ന ഇതിന്റെ മുകളിലായിരിക്കും? റെയിൽസിന്റെ മുകളിലേക്കായിരിക്കും. അപ്പൊ അതിനൊരു സ്മൂത്ത് സർഫസ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ റെയിൽ ട്രാൻസ്മിറ്റ് ദ ലോഡ്സ് ടു ദ സ്ലീപ്പേഴ്സ് ആൻഡ് ബെല്ലാസ്. ട്രെയിനിൽ നിന്ന് വരുന്ന ലോഡ് ആദ്യം റെയിലിന്റെ മുകളിലേക്ക് വരും. ദെൻ റെയിലിൽ നിന്ന് എന്ത് ചെയ്യും? ബെല്ലാസിലേക്കും സ്ലീപ്പേഴ്സ് ആ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. to bear the stress developed in the track due to temperature changes and loading pattern. ടെമ്പറേച്ചർ ചേഞ്ചസിലും ലോഡിംഗ് പാറ്റേണിലും വരുന്ന സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബിയറിംഗ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടി റെയിൽസിന് ഉണ്ടായിരിക്കണം. ടു റെസിസ്റ്റ് ബ്രേക്കിംഗ് ഫോഴ്സ് കോസ് ഡ്യൂ ടു ദ സ്റ്റോപ്പേജ് ഓഫ് ട്രെയിൻ. ട്രെയിൻസ് പെട്ടെന്ന് നിർത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫോഴ്സ്, ആ സ്റ്റോപ്പ് ഫോഴ്സിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു റെസിസ്റ്റൻസ് പവറും കൂടി റെയിൽസിന് വേണം. ഇതാണ് റെയിലും റെയിലിന്റെ ഫങ്ഷൻസും വരുന്നത്. ദെൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റെയിൽസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നിലെ കമ്പോണന്റ് പാർട്സ് ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചാൽ മതി. ദെൻ ടൈപ്പ് ഓഫ് റെയിൽസ് എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ അതിൽ ഈ 3 റെയിൽസിന്റെ ടൈപ്സ് പഠിക്കാം. ദെൻ അത് എന്താണെന്നും അതിന്റെ ഫിഗേഴ്സും ഡയമെൻഷൻസും പഠിക്കാം. ടൈപ്പ് ഓഫ് റെയിൽസിൽ വരുന്ന ഏതൊക്കെയാണ്? ഡബിൾ ഹെഡർ റെയിൽസ് ഉണ്ട്, ബുൾ ഹെഡർ റെയിൽസ് ഉണ്ട്, ഫ്ലാറ്റ് ഫൂട്ടർ റെയിൽസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് റെയിൽസ് ആണ്? ഫ്ലാറ്റ് ഫൂട്ടർ റെയിൽസ് ആണ് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. 3 ഫിഗർ കറക്റ്റായി വരയ്ക്കാൻ പഠിക്കാം. ഫസ്റ്റ് നോക്കാം എന്താണ് ഡബിൾ ഹെഡർ റെയിൽസ്. എന്തായിരുന്നു ഡബിൾ ഹെഡർ റെയിൽസ്? These are the rails which are used in the beginning, which were double-headed and consist of a dumbbell section. 2 ഹെഡും ഫൂട്ടും എന്നൊരു ഡംബ് ബെല്ലിന്റെ സെക്ഷൻ പോലെയാണ് ഉണ്ടായിരുന്നത്. നടുക്കിലെ പോർഷൻ നമ്മൾ സ്റ്റെം എന്ന് പറയും. അപ്പൊ നമ്മൾ ഫസ്റ്റ് മോൾ ഭാഗം വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ലോഡ് വരും. അതിന്റെ ആ ലോഡിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി താഴത്തെ പോർഷനുണ്ട്. നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ തിരിച്ചിട്ട് റീയൂസ് ചെയ്യാണ് ചെയ്യുക. ഫസ്റ്റ് മോൾ ഭാഗം വെച്ച് കുറച്ച് കാലം ട്രെയിൻ പോയി കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുക അല്ലെങ്കിൽ തേയ്മാനം സംഭവിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ വീണ്ടും തിരിച്ചിടും, റെയിലിനെ മൊത്തം തിരിച്ചിടും. അപ്പൊ മുകളിൽ എന്ത് ചെയ്യുക? വീണ്ടും ലോഡ് വരും. പക്ഷെ താഴത്ത് തേയ്മാനം സംഭവിച്ചുകൊണ്ട് ആദ്യത്തെ അത്ര എന്ത് ചെയ്യുക? ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഹെഡിന് ഉണ്ടാവില്ല. അപ്പൊ അതെന്താണ്? അതിന് ആ റണ്ണിങ് ഓവർ ദ സർഫസ് അറ്റ് ദ ടോപ്പ് വാസ് ഇമ്പോസിബിൾ. അങ്ങനെ വരുമ്പോൾ അതിന് മുകളിൽ എന്ത് ചെയ്യാം? ഒരു ഇന്റൻഷൻ സംഭവിക്കും. അപ്പൊ എന്ത് ചെയ്യാം? കണ്ടിന്യൂസ് ആയി ട്രാവലിംഗ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന് കുറച്ച് റെസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവിനെ തക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ നെക്സ്റ്റ് റെയിൽസ് ആണ് ബുൾ ഹെഡർ റെയിൽസ്. This type of rails top table is made thicker than the bottom table to provide greater resistance against stress. സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഹെഡ് പോർഷൻ കുറച്ച് വലുതാക്കിയിട്ടും ബോട്ടം പോർഷൻ കുറച്ച് ചെറുതാക്കിയിട്ടും കൊടുക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റുക? അധികം ലോഡ് നമുക്ക് എന്ത് ചെയ്യാൻ? ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം എന്താണ്? രണ്ടും മാറ്റി തിരിച്ച് മറിച്ചിടുമ്പോൾ താഴത്ത് വലുതും താഴത്ത് ചെറുതും മുകളിൽ വലുതും മുകളിൽ അത്രയും ഫോഴ്സ് അതിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ത് ചെയ്യുക? താഴത്തുണ്ടാവില്ല. ദെൻ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ആക്കി ഇടുമ്പോൾ എന്ത് ചെയ്യും? മുകളിൽ ചെറുതും ദെൻ താഴത്ത് വലുതുമായിരിക്കും. അപ്പോഴെന്ത് ചെയ്യുക? സ്ട്രെസ്സിനെ കറക്റ്റായി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ദെൻ അതിന്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് വീണ്ടും ഉണ്ടാക്കിയതാണ് എന്നത് ഫ്ലാറ്റ് ഫൂട്ടർ റെയിൽസ്. ഫ്ലാറ്റ് ഫൂട്ടർ എങ്ങനെ? ഇൻ ദിസ് ടൈപ്പ് ഓഫ് ദ ടോപ്പ്
top table is made thicker than the foot is made thinner than wider than the head. ഇവിടെ ഫ്ലാറ്റ് ഫുട്ടിൽ എന്തായിരിക്കും, ഹെഡ് പോർഷൻ ഒരു ബുൾനോസ് ടൈപ്പ് തന്നെ ആയിരിക്കും. പക്ഷേ ബോട്ടം പോർഷൻ എങ്ങനെയായിരിക്കും, ഫുട്ട് പോർഷൻ എങ്ങനെയായിരിക്കും, തിക്കർ ആയിരിക്കും. അതേപോലെ കുറച്ചും കൂടി നീളത്തിലായിരിക്കും, വൈഡർ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടാവും. ദിസ് സെക്ഷൻ ഈസ് ഇൻവെന്റഡ് ബൈ ദിസ് ടൈപ്പ് ഓഫ് സെക്ഷൻ ഈസ് ഇൻവെന്റഡ് ബൈ ചാൾസ് വീഗോൾ. ആളാണ് എന്ത് ചെയ്യുന്നത്, പുതിയ സെക്ഷൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫുട്ടർ സെക്ഷൻ ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് എന്ത് ടൈപ്പ് ഓഫ് റെയിൽസ് വരുന്നത്. ഏതൊക്കെയായിരുന്നു, ഡബിൾ ഹെഡർ റെയിൽസ്, ഫുൾ ഹെഡർ റെയിൽസ് ആൻഡ് ഫ്ലാറ്റ് ഫുട്ടർ റെയിൽസ് ആണ് എന്തൊരു ടൈപ്പ് ഓഫ് റെയിൽസ് വരുന്നത്. നെക്സ്റ്റ് കമ്പോണന്റ് പാർട്സ്, പെർമനന്റ് വേയുടെ നെക്സ്റ്റ് കമ്പോണന്റ് പാർട്ട് എന്ന് പറയുന്നത് റെയിൽ ജോയിൻസ്. എന്താണ്, രണ്ട് റെയിൽസ്, നമുക്ക് റെയിലിന് ഒരു പെർട്ടിക്കുലർ ലെങ്ത് ഉണ്ട്. ആ ലെങ്ത് കഴിഞ്ഞാൽ വേറൊരു ലെങ്ത് ഉള്ള റെയിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റെയിൽസ് കണക്ട് ചെയ്ത് പാരലൈസ് ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ റെയിൽസിന് കണക്ട് ചെയ്യുമ്പോൾ അവിടെ നെയിം ജോയിൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോയിൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു പൊസിഷൻ ഓഫ് ജോയിൻസിന്റെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ അതിന്റെ വീണ്ടും രണ്ടാം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ജോയിന്റ് ഉണ്ട്, സ്റ്റാഗർഡ് ജോയിൻസ് ഉണ്ട്. അപ്പൊ അത് ഫിഗർ വരച്ച് പഠിക്കുക എന്താന്നുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ജോയിൻസ് ഫോർ ദ പൊസിഷൻ ഓഫ് സ്ലീപ്പിന്റെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, വീണ്ടും ജോയിൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഡഡ് ജോയിൻസും സപ്പോർട്ടഡ് ജോയിൻസും ദെൻ ബ്രിഡ്ജ് ജോയിൻസും നിങ്ങൾക്ക് കണ്ടറിയാം. സസ്പെൻഡഡ് എന്തായിരിക്കും, രണ്ട് റെയിൽസിന്റെ എൻഡിലായിരിക്കും എന്ത് ചെയ്യുക, സസ്പെൻഡ് ചെയ്ത പോലെയാണ് എന്തുണ്ടാവുക, സ്ലീപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. സപ്പോർട്ടഡ് ജോയിൻസിൽ എന്തായിരിക്കും, ദ ജോയിന്റ് ഈസ് പ്ലേസ്ഡ് എക്സാക്ട്ലി എബോവ് ദ സ്ലീപ്പർ ഈസ് നോൺ ആസ് സപ്പോർട്ടഡ് ജോയിന്റ്. ആ സ്ലീപ്പേഴ്സിന്റെ സെന്റർ പോർഷനിൽ നമ്മൾ എന്താ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ജോയിൻ ചെയ്യുന്ന വരിക സപ്പോർട്ടഡ് ജോയിന്റ്. ദെൻ ബ്രിഡ്ജ് ജോയിന്റ് ആയിരിക്കും, രണ്ട് സ്ലീപ്പേഴ്സിന്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, റെയിലിൽ ജോയിൻ ചെയ്യുന്നതിന് പറയുന്നതാണ് ബ്രിഡ്ജ് ജോയിന്റ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ ആണ് സ്ലീപ്പേഴ്സ്. പെർമനന്റ് വേയുടെ തേർഡ് കമ്പോണന്റ് ആണ് എന്ത് പറയുന്നത്, സ്ലീപ്പേഴ്സ് ആണ്. സ്ലീപ്പേഴ്സ് എന്തായിരുന്നു, ദേ ആർ ദ ട്രാൻസ്വേഴ്സ് മെമ്പേഴ്സ് പ്രൊവൈഡഡ് ഇൻ റെയിൽവേ ട്രാക്ക് വിച്ച് ഇസ് ജസ്റ്റ് ബിനീത്ത് ദ റെയിൽസ്. സ്ലീപ്പേഴ്സ് ആർ ലേഡ് പെർപെൻഡിക്കുലർ ടു ദ റെയിൽ. എന്തായിരുന്നു സ്ലീപ്പേഴ്സ്, എന്താ ഒരു ട്രാൻസ്വേഴ്സ് മെമ്പേഴ്സ് ആണ്. എവിടെ പറയുന്ന റെയിൽവേ ട്രാക്കിന് ബിനീത്ത്, താഴെ റെയിൽസിന് ബിനീത്തായി കൊടുക്കുന്ന ഒരു ട്രാൻസ്വേഴ്സ് മെമ്പർ ആണ്. പിന്നെന്താ പറയുന്നത്, അത് പെർപെൻഡിക്കുലർ, റെയിലിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക സ്ലീപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. സ്ലീപ്പേഴ്സ് ആർ പ്രൊവൈഡഡ് ഫോർ ദ ട്രാൻസ്ഫർ ദ ലോഡ്സ് ഫ്രം റെയിൽ ടു ദ ബല്ലാസ്റ്റ് ആൻഡ് സബ്ഗ്രേഡ്. സ്ലീപ്പറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, റെയിൽസിൽ നിന്ന് വരുന്ന ലോഡിനെ ബല്ലാസ്റ്റിലേക്കും സബ്ഗ്രേഡിലേക്കും ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഉപയോഗം എന്താണ് സ്ലീപ്പേഴ്സിന് എന്നുള്ളത്, റെയിൽസ് കണക്ട് ചെയ്ത് വെക്കുന്നത് ഏതിലായിരിക്കും, സ്ലീപ്പേഴ്സിലായിരിക്കും. അപ്പൊ എന്താണ് സ്ലീപ്പറിനും സ്ലീപ്പറിന്റെ ഫങ്ഷൻസ് എന്ത് ചെയ്യുക, നന്നായി പഠിക്കാം. എന്തായാലും സ്ലീപ്പറിന്റെ ഫങ്ഷൻസ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടു സപ്പോർട്ട് ദ റെയിൽ ഫേംലി ആൻഡ് ഇവൻലി, നമ്മൾ പറഞ്ഞു റെയിൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ടു മെയിൻറ്റെയിൻ ദ ഗേജ് കറക്റ്റ്ലി, ഗേജിന്റെ ഡിസ്റ്റൻസ് കറക്റ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ടു ട്രാൻസ്ഫർ ദ ലോഡ് ഫ്രം ദ റെയിൽസ് ടു ദ ബല്ലാസ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഓൾ ഓവർ ദ ലാർജ് ഏരിയ. പിന്നെ ടു മെയിൻറ്റെയിൻ ദ അലൈൻമെന്റ് ഓഫ് ട്രാക്കിന്റെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏതായിരിക്കും, സ്ലീപ്പേഴ്സ് ആയിരിക്കും. ടു പ്രൊവൈഡ് ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്ററൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ടു ഇൻസുലേറ്റ് ദ ട്രാക്ക് വേർ ട്രാക്ക് സർക്യൂട്ടിംഗ് എക്സിസ്റ്റ്. ട്രാക്ക് സർക്യൂട്ടിംഗ് എക്സിസ്റ്റ് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കണക്ഷൻസ്, എക്സ്ട്രാ കണക്ഷൻസ് നമ്മൾ കൊടുക്കില്ലേ, കുറെ ലിവേഴ്സും കണക്ഷൻസും ഒക്കെ ഉണ്ട്, അതൊക്കെ കണക്ട് ചെയ്ത് ഏതിനോട് ഇതായിട്ടായിരിക്കും, സ്ലീപ്പേഴ്സും ആയിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റിക്വയർമെന്റ് ഓഫ് ഗുഡ് സ്ലീപ്പർ, എന്തുകൊണ്ടാണ് ഗുഡ് സ്ലീപ്പേഴ്സിന്റെ റിക്വയർമെന്റ് എന്നുള്ളത് കൂടി പഠിച്ചു വെക്കാം. നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് ഓഫ് സ്ലീപ്പേഴ്സ്. ദെൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ലീപ്പേഴ്സ് പറഞ്ഞാൽ മെറ്റീരിയലിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്ലീപ്പേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടിമ്പർ സ്ലീപ്പേഴ്സ്, സ്റ്റീല്, കാസ്റ്റ് അയൺ, കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ്, ഇങ്ങനെ നാലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്താണെന്നും എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ്, എന്താണ് ആ സ്ലീപ്പേഴ്സ് യൂസ് ചെയ്യാനുള്ള ഡിസഡ്വാൻറ്റേജസ് എന്ന് വായിച്ച് പഠിക്കും. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് ആണ് എന്ത് പറയുന്നത്, റിയൽ ഫാസ്റ്റനിങ്സ്. കമ്പോണന്റ് വേയില് ഫോർത്ത് പോയിന്റ് ആണ് പറയുന്നത് റിയൽ ഫാസ്റ്റനിങ്. ഫസ്റ്റ് വൺ റെയില്, ദെൻ സെക്കൻഡ് വൺ സ്ലീപ്പേഴ്സ്, ദെൻ റെയിൽ ജോയിൻസ്, ദെൻ നെക്സ്റ്റ് വൺ ആണ് റെയിൽ ഫാസ്റ്റനിങ്. റെയിൽ ഫാസ്റ്റനിങ്സ് എന്താ പറയുന്നത്, റെയിൽ ഫാസ്റ്റനിങ്ങിലെ ഫസ്റ്റ് വൺ ആണ് എന്ത്, ഫിഷ് പ്ലേറ്റ്. റെയിൽ ഫാസ്റ്റനിങ് പറഞ്ഞാൽ റെയിൽ കണക്ട് ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ, റെയിൽ സ്ലീപ്പേഴ്സ് ആയിട്ടോ ബെല്ലാസ്റ്റ് ആയിട്ടോ റെയിലും തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറച്ച് സെറ്റിങ്സ് നമ്മൾ ഫാസ്റ്റനിങ്സ് പറയുന്നത്. ആ ഫസ്റ്റ് വൺ ആണ് ഫിഷ് പ്ലേറ്റ്. ഫിഷ് പ്ലേറ്റ് എന്തായിരുന്നു, നിങ്ങൾക്ക് ആ ഫിഗർ നോക്കിയാൽ തന്നെ രണ്ട് റെയിൽസ് വരുന്ന സ്ഥലത്ത് നമ്മൾ പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ രണ്ട് റെയിൽസ് തമ്മിൽ ബോൾട്ട് ചെയ്യുക. ഒരു 4 or 8 ബോൾട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്ലേറ്റിനെ ആ റെയിൽസായി ജോയിൻ ചെയ്ത് വെക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക, ഫിഷ് പ്ലേറ്റ് എന്ന് പറയുന്നത്.
എന്തായിരിക്കും ഫിഷ് പ്ലേറ്റ് കൊടുക്കുന്നുണ്ടാവുക? പ്രൊവിഷൻ ഓഫ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റെയിൽസ് നമ്മളൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. കാരണം എക്സ്പാൻഷൻ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യാനുള്ള ചെറിയ ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഫിഷ് പ്ലേറ്റ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. പ്രൊവൈഡ് ലാർജ് ഹോൾസ് ഇൻ റെയിൽസിന് ലാർജ് ഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തായിരിക്കും? ഫിഷ് പ്ലേറ്റ്സ് ആയിരിക്കും. ലൂബ്രിക്കേഷൻ ഓഫ് കോണ്ടാക്ട് സർഫസിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ലൂബ്രിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അവോയ്ഡിങ് ഓവർ ടൈറ്റനിങ് ഓഫ് ഫിഷ് പ്ലേറ്റ്സ്. എന്താ ഓവർ ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് കൂടുതൽ എക്സ്പാൻഷൻ ജോയിൻസ് ജോയിൻ ചെയ്തു പോകും. വല്ലാണ്ട് ടൈറ്റൻ ചെയ്യാൻ പാടില്ല, കുറച്ച് ലൂസ് അല്ല, അത്യാവശ്യത്തിലുള്ള ടൈറ്റിൽ നമ്മൾ എന്താ ഫിഷ് പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ സെക്കൻഡ് റെയിൽ ഫാസ്റ്റനിങ് ആണ് എന്താ പറയുന്നത്? സ്പൈക്സ് വരുന്നത്. സ്പൈക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പൈക്സ് ഉണ്ട്. അതെന്തിനായിരിക്കും? റെയിലിനെ സ്ലീപ്പേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? സ്പൈക്സ് എന്ന് പറയുന്നത്. റെയിലിനെ സ്ലീപ്പേഴ്സുമായി കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? സ്പൈക്സ് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഡോഗ് സ്പൈക്ക് ഉണ്ട്, റൗണ്ട് സ്പൈക്ക് ഉണ്ട്, സ്ക്യൂ സ്പൈക്ക് ഉണ്ട്. ഓരോന്നും അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ ഫങ്ഷൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ റെയിൽ ഫാസ്റ്റനിങ്ങിലെ നെക്സ്റ്റ് പോയിന്റ് ആണ് ചെയേഴ്സ്. ചെയേഴ്സ് എന്തിനായിരിക്കും കൊടുക്കേണ്ടാവുക? നമ്മൾ റെയിൽസ് നേരെ ഡയറക്റ്റ് നമ്മൾ സ്ലീപ്പേഴ്സിലല്ല ഫിറ്റ് ചെയ്യുക. സ്ലീപ്പേഴ്സിൽ വയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ താഴത്ത് ഒരു കാസ്റ്റ് അയണിൻ്റെ ബ്ലോക്ക് കൊടുക്കും. ആ കാസ്റ്റ് അയണിൻ്റെ ബ്ലോക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ചെയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതെന്തുകൊണ്ടായിരിക്കും? എന്തിനായിരിക്കും? ദ ചെയർ ഡിസ്ട്രിബ്യൂട്ട് ദ ലോഡ് ഓവർ ലാർജ് ഏരിയ ഓഫ് ദ സ്ലീപ്പേഴ്സിൽ വരുന്ന ചെയേഴ്സ് റെയിലിന് മുകളിൽ നിന്ന് വരുന്ന ടോട്ടൽ ലോഡിനെ ചെയേഴ്സിലേക്ക് വന്നിട്ട് ചെയേഴ്സ് ആണ് എന്ത് ചെയ്യാം? സ്ലീപ്പേഴ്സിന്റെ ടോട്ടൽ ഏരിയയിലേക്ക് ആ ലോഡിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ഫോർത്ത് വൺ ആണ് ബിയറിംഗ് പ്ലേറ്റ്. ബിയറിംഗ് പ്ലേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? Is used to connect the rail to sleepers and to distribute load from flat-footed rails over wide area of wooden sleepers. They are commonly made of steel with a slope of 1:20. റെയിലിനെ സ്ലീപ്പറുമായി കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബിയറിംഗ് പ്ലേറ്റ്. ഹൊറിസോണ്ടൽ പ്ലേറ്റ് റെയിലിനെ സ്ലീപ്പറുമായി കണക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വുഡൻ സ്ലീപ്പേഴ്സായി കണക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ പ്ലേറ്റ് നമ്മൾ എന്ത് പറയുന്നത്? ബിയറിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് എന്ത് വരുന്നത്? റെയിൽ ഫാസ്റ്റനിങ്സിൽ വരുന്നത്. ഏതൊക്കെയായിരുന്നു? ഫിഷ് പ്ലേറ്റ്, സ്പൈക്ക്, ചെയർ, ബിയറിംഗ് പ്ലേറ്റ്സ്. ദെൻ നെക്സ്റ്റ് വൺ ബല്ലാസ്റ്റ്. ദെൻ ലാസ്റ്റ് വൺ ആണ്, ലാസ്റ്റ് കമ്പോണന്റ് പാർട്ടാണ് എന്ന് പറയുന്നത് ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. ബല്ലാസ്റ്റ് എന്തിനായിരുന്നു? ബല്ലാസ്റ്റ് നമ്മുടെ അഗ്രിഗേറ്റ്, ബ്രോക്കൺ അഗ്രിഗേറ്റ് നമ്മൾ എന്ത് പറയുന്നത്? ബല്ലാസ്റ്റ് എന്നുള്ള പേരിൽ വരുന്നു. ബല്ലാസ്റ്റ് ആർ ബ്രോക്കൺ സ്റ്റോൺസ് ഓർ ദ അതർ സ്യൂട്ടബിൾ മെറ്റീരിയൽ പ്ലേസ്ഡ് ബിലോ ദ റൗണ്ട് ആൻഡ് സ്ലീപ്പേഴ്സ് ഈസ് നോൺ ആസ് ബല്ലാസ്റ്റ്. റെയിലിന്റെ താഴത്ത് സ്ലീപ്പേഴ്സിനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഇടുന്ന ആ ഒരു അഗ്രിഗേറ്റ് നമ്മൾ എന്താ പറയുക? ബല്ലാസ്റ്റ് എന്ന് പറയാം. ബല്ലാസ്റ്റിന്റെ സർഫസ് എന്തായിരിക്കും? സ്ലീപ്പേഴ്സിന് ഒരു റെസ്റ്റിംഗ് സർഫസ് കൊടുക്കാം. അതേപോലെ സ്ലീപ്പേഴ്സിലേക്ക് വരുന്ന ലോഡ്സിന് എന്ത് ചെയ്യുക? സബ് ഗ്രേഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. avoid the growth of plants over the ഫോർമേഷനിലുള്ള പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെ അവോയ്ഡ് ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യും? അഗ്രിഗേറ്റ്സ് ഹെൽപ്പ് ചെയ്യും. ദെൻ അതിലുള്ളതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ്. ഏതൊക്കെയാണ്? ബ്രോക്കൺ സ്റ്റോൺ ആയിട്ട് യൂസ് ചെയ്യാം, ഗ്രാവൽ യൂസ് ചെയ്യാം, സാൻഡ് യൂസ് ചെയ്യാം, ആഷ് ഓഫ് കോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, മൂറ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കങ്ക, ബ്രിക്ക്, ബല്ലാസ്റ്റ്. ദെൻ ചില സെലക്ടർ എർത്ത് നമുക്ക് എന്ത് ചെയ്യാം? ബല്ലാസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് തേർഡ് മൊഡ്യൂളിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയാം, നമ്മൾ റോഡിൽ പഠിച്ചപ്പോൾ തന്നെ റെയിലിന് എന്ത് ചെയ്യുക? ജോമെട്രി ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ജോമെട്രി ഡിസൈനിൽ വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, കമ്പോണൻസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ റെയിൽവേ ട്രാക്കിൽ വരുന്ന ജോമെട്രിക് ഡിസൈനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എലമെന്റ് ഓഫ് ജോമെട്രിക്കൽ ഡിസൈൻ എന്തൊക്കെയാണ്? ഗ്രേഡിയൻറ്റ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കർവ്സ്, സൂപ്പർ എലിവേഷൻ, ട്രാൻസിഷൻ കർവ്, വൈഡനിങ് ഓൺ കർവ്സ്. ഇത്രയാണ് ഇത് പറയുന്നത് എലമെന്റ് ഓഫ് ജോമെട്രിക് ഡിസൈൻ എന്ന് പറയുന്നത്. എന്തിനാണ് ജോമെട്രി ഡിസൈൻ ചെയ്യുന്നത്? അതാണ് അതിന്റെ നെസസിറ്റി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? സ്മൂത്ത് ആൻഡ് സേഫ് റണ്ണിങ് ഓഫ് ട്രെയിനിന്റെ സ്മൂത്ത് ആൻഡ് സേഫ് റണ്ണിങ്ങിന് വേണ്ടി. ദെൻ മാക്സിമം സ്പീഡ്, റെയിലിലൂടെ എത്ര സ്പീഡിൽ എന്ത് ചെയ്യാം? നമുക്ക് ട്രെയിൻ പോവാം. നമുക്കറിയാം, നമ്മുടെ ചില മെട്രോസ് ഒക്കെ എന്ത് ചെയ്യാം? അത്രയും സ്പീഡിൽ പോകും. 120 km/h എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ട്രെയിൻസ് പോവാം അല്ലേ? അപ്പൊ അത്രയും സ്പീഡിൽ എത്ര സ്പീഡിൽ ഒരു ട്രാക്കിലൂടെ നമുക്ക് ട്രെയിൻ പാസ് ചെയ്യാൻ പോകും, അത് നമുക്ക് ജോമെട്രി ഡിസൈൻ വഴിയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്യാരി ഹെവി ആക്സിയൽ ലോഡ്സ് ക്യാരി ചെയ്യാനുള്ള അതിന്റെ കപ്പാസിറ്റി. അവോയ്ഡ് ആക്സിഡൻസ് ആൻഡ് ഡീറെയിൽമെന്റ്സ്.
ലെസ് മെയിൻ്റെനൻസ് എഫേർട്ട്, ഗുഡ് അസ്തറ്റിക് വാല്യൂ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ ഡിസൈൻ വഴി കിട്ടുന്ന നെസസിറ്റി ആൻഡ് ജോമെട്രി ഡിസൈൻ ചെയ്യേണ്ട ആവശ്യകതകളാണ് ഇതൊക്കെ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് എലമെന്റ്സ് ഓഫ് ജോമെട്രി ഡ്രോയിങ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഗ്രേഡിയന്റ് ആണ്. എന്താ ഗ്രേഡിയന്റ് എന്നാണ്? ദ എമൗണ്ട് ഓഫ് സ്ലോപ്പ് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ഓഫ് റെയിൽവേ ട്രാക്ക് ഈസ് കോൾഡ് ഗ്രേഡിയന്റ് ഓർ ഗ്രേഡ്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷന് ഒരു റെയിൽവേ ട്രാക്കിൽ കൊടുക്കുന്ന സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയൻസ് ആർ പ്രൊവൈഡ് ടു നെഗോഷിയേറ്റ് ടു ദ റൈസ് ഓർ ഫാൾ ഇൻ ദ റെയിൽ ഓഫ് ദ റെയിൽവേ ട്രാക്ക്. എന്താണ് ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഭയങ്കര ഹൈറ്റും ഭയങ്കര ഡെപ്ത് ഉള്ള സ്ഥലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, റൈസ് ആൻഡ് ഫാൾസ് നെഗോഷിയേറ്റ് ചെയ്ത് ഒരേ ലെവലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേഡിയന്റ് കൊടുക്കുമ്പോൾ ഉപകാരപ്പെടും. എ ഗ്രേഡിയന്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ഡിസ്റ്റൻസ് ട്രാവൽ ഫോർ എ റൈസ് ഓർ എ ഫാൾ ഇൻ 1 യൂണിറ്റ്. ഗ്രേഡിയന്റ് പറഞ്ഞാൽ എന്താണ്, ഒരു യൂണിറ്റ് ഡിസ്റ്റൻസ്, ഒരു യൂണിറ്റ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രത്തോളം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്, അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് റിട്ടൺ ഇൻ 1 in x or 1 in n as a present. 1 in x, ഒരു മീറ്ററിൽ ഇത്രയാണ് നമ്മുടെ ഗ്രേഡിയന്റ്, അല്ലെങ്കിൽ ഇത്രയാണ് നമ്മുടെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇത്രയാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ പറയും. അതാണ് 1 in x or 1 in n എന്ന് പറയുന്നത്. ദെൻ ടൈപ്പ് ഓഫ് ഗ്രേഡിയന്റ്. ഏതൊക്കെയാണ് നമ്മുടെ ഗ്രേഡിയന്റ് നമ്മൾ ഇതിന്റെ റെയിൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? റൂളിംഗ് ഗ്രേഡിയന്റ് ഉണ്ട്, മൊമെന്റം ഗ്രേഡിയന്റ് ഉണ്ട്, പുഷർ ഓർ ഹെൽപ്പർ ഗ്രേഡിയന്റ് ഉണ്ട്, ഗ്രേഡിയന്റ് അറ്റ് സ്റ്റേഷൻ യാർഡ്സ്. 4 ടൈപ്പ് ഓഫ് ഗ്രേഡിയൻസ് ഉണ്ട്. റൂളിംഗ് ഗ്രേഡിയന്റ് ഫസ്റ്റ് വൺ ആണ് റൂളിംഗ് ഗ്രേഡിയന്റ്. എന്താ റൂളിംഗ് ഗ്രേഡിയന്റ്? റൂളിംഗ് ഗ്രേഡിയന്റ് ഓൺ എ സെക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഗ്രേഡിയന്റ് വിച്ച് ഡിറ്റർമൈൻസ് ദ മാക്സിമം ലോഡ് ദാറ്റ് എൻജിൻ ക്യാൻ ഹോൾഡ് ഓൺ ദ സെക്ഷൻ. എന്താ പറയുന്നത്? The section defined as a gradient which determine the maximum load at the engine can hold on the section. ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഒരു ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ ട്രെയിനിന് എഞ്ചിന് എത്രത്തോളം ലോഡിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ലോഡിന് എന്ത് ചെയ്യുക, ട്രെയിനിന് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് റൂളിംഗ് ഗ്രേഡിയന്റ്. The ruling gradient depends upon the additional power of the locomotive which shall be able to pull up its train load along the gradient. ആ ഒരു ഗ്രേഡിയന്റ് ആ ഒരു ലെവലില് എത്രത്തോളം ലോഡില് എത്രത്തോളം പുള്ളപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ എഞ്ചിനെ ആ ട്രെയിനിനെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതിന് എന്താ പറയുന്നത്, റൂളിംഗ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. റൂളിംഗ് ഗ്രേഡിയന്റ് ഓരോ സ്ഥലത്ത് ഓരോന്നായിരിക്കും. പ്ലെയിനിൽ എന്തായിരിക്കും 1 in 50 to 1 in 200 ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് മൊമെന്റം ഗ്രേഡിയന്റ്. എന്തായിരിക്കും മൊമെന്റം ഗ്രേഡിയന്റ്? ദെൻ മൊമെന്റം ഗ്രേഡിയന്റ്. എന്തായിരുന്നു മൊമെന്റം ഗ്രേഡിയന്റ്? മൊമെന്റം ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ അത് റൂളിംഗ് ഗ്രേഡിയന്റിനേക്കാൾ ഒരു സ്ലോപ്പ് ആയിരിക്കും, ഭയങ്കര സ്റ്റീപ്പർ ആയിരിക്കും. അതുപോലെ ഒരു ഗ്രേഡിയന്റിലൂടെ വരുന്ന ട്രെയിനിലെ ആ ഗ്രേഡിയന്റിലുണ്ടാകുന്ന മൊമെന്റം കൊണ്ട്, ആ ഗ്രേഡിയന്റിൽ വരുന്ന മൊമെന്റം കൊണ്ട് അതിന് എന്ത് ചെയ്യുക, അതിന്റെ എഞ്ചിന് മറ്റു ഗ്രേഡിയന്റിൽ കയറി പോകും. നമ്മളൊരു ഭയങ്കര സ്റ്റീപ്പറുകളായ സ്ഥലത്തേക്ക് ഒരു നല്ല ഹൈറ്റിൽ നിന്ന് വന്ന് ഭയങ്കര സ്ലീപ്പറിലേക്ക് ഇറങ്ങി ഒരു കുത്തനെ ഇറങ്ങി നമ്മൾ വീണ്ടും സൈക്കിൾ ചവിട്ടി കയറുന്ന ഇതെടുക്കുക. നമ്മൾ നല്ല സ്പീഡിൽ കുത്തനെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി, അപ്പൊ ആ ഇറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിരിക്കും, ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കയറ്റത് നമുക്ക് കുറച്ച് ദൂരം കൊണ്ട് കയറി പോകാൻ പറ്റും. അങ്ങനെ കൊടുക്കുന്ന ഗ്രേഡിയന്റ് നമ്മൾ എന്ത് പറയുന്നത്, മൊമെന്റ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് പുഷർ ഓർ ഹെൽപ്പർ ഗ്രേഡിയന്റ്. അതെന്തായിരുന്നു, ഒരു എക്സ്ട്രാ എഞ്ചിന്റെ സപ്പോർട്ടോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക, ട്രെയിനിനെ മൂവ് ചെയ്യിക്കാം. അത് നമ്മൾ എവിടെയായിരിക്കും ഉണ്ടാവും, നമ്മുടെ ഹില്ലി ഏരിയാസ്, മൗണ്ടൻസ് ഏരിയാസിലേക്ക് എന്ത് ചെയ്യാം, ട്രെയിനിന് റെയിൽവേയിൽ കൊടുക്കുന്ന ഗ്രേഡിയന്റ് ഭയങ്കര സ്റ്റീപ്പർ ആയിരിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, ആ ഒരൊറ്റ എഞ്ചിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ട്രെയിനിനെ മൊത്തം ലോഡിനെ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ സെറ്റിങ്സ്, എക്സ്ട്രാ ഒരു എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ കൊടുക്കുന്നത് പുഷർ ഓർ ഹെൽപ്പർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രേഡിയന്റ് അറ്റ് സ്റ്റേഷൻ യാർഡാണ് നെക്സ്റ്റ് വരുന്നത്. അവിടെ എന്താ സ്റ്റേഷൻ യാർഡ്സിൽ ഗ്രേഡിയന്റ് എപ്പോഴും എങ്ങനെ ഇരിക്കണം, കുറവായിരിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാ പറയുന്നത്, ഡ്യൂ ടു ലോ ഫ്ലോയിങ് റീസൺസ് ലെവൽ ടു ഗ്രേഡിയന്റ് സഫിഷ്യൻലി ലോ ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. എന്തൊക്കെയാണ്? ടു പ്രിവെന്റ് ദ സ്റ്റാൻഡിംഗ് വെഹിക്കിൾ ഫ്രം റോളിംഗ് ആൻഡ് മൂവിംഗ് അവേ ഫ്രം ദ സ്റ്റേഷൻ യാർഡ് ഡ്യൂ ടു ദ കമ്പൈൻഡ് എഫക്ട് ഓഫ് ഗ്രാവിറ്റി ആൻഡ് സ്ട്രോങ് വിൻഡ്. നല്ല സ്ലോപ്ഡ് അല്ലെങ്കിൽ നല്ല സ്മൂത്ത് അല്ലെങ്കിൽ ലെവൽ ഗ്രേഡിയന്റ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഒരു ഗ്രാവിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ ഒരു നല്ല സ്ട്രോങ് വിൻഡ് വന്ന് ട്രെയിൻ മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള സ്റ്റേഷനിൽ ഒരു പെർട്ടിക്കുലർ ഗ്രേഡിയന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. The track along the station yard should be level or gradient should be sufficiently low due to the following reason. A certain minimum gradient is required to provide for the drainage. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്, ഡ്രൈനേജസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരേ ലെവലിലേക്കാണ് ട്രെയിൻ, ഇതൊരേ ലെവലിലാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്സ് വെള്ളത്തിൽ മുങ്ങിപ്പം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു മിനിമം ഗ്രേഡിയന്റ് ആണ് ഇവിടെ സ്റ്റേഷൻ യാർഡ്സിൽ കൊടുക്കാം. സ്റ്റേഷൻ യാർഡ് എന്തായിരുന്നു,
നമ്മുടെ സാധനങ്ങൾ ലോഡ്സ് ഇറക്കാനും അതേപോലെ പാസഞ്ചേഴ്സ് ഇറങ്ങുന്നതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റേഷൻ യാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേഷൻ യാർഡ്സിൽ എന്ത് ചെയ്യുക, വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേഡിയൻ്റ് അവിടെ എന്തായിരിക്കണം, അത് സ്യൂട്ടബിൾ ആയ ഗ്രേഡിയൻസ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഇത്രയാണ് എന്താണ് ഫസ്റ്റ് പോയിന്റ്, ഗ്രേഡിയൻ്റ് എന്താന്ന് വരുന്നത് ജോമെട്രിക് ഡിസൈനിൽ. നെക്സ്റ്റ് വരുന്നതാണ് കർവ്സ്. എന്താണ് കർവ്സ് എന്നുള്ളത് നമുക്കറിയാം. ഹൊറിസോണ്ടൽ കർവ്സ് ഉണ്ട്, വെർട്ടിക്കൽ കർവ്സും ഉണ്ട്. ദെൻ ഹൊറിസോണ്ടൽ കർവ് എന്താണ്, പ്രൊവൈഡ് വേർ ദർ ഇസ് എ ചേഞ്ച് ഇൻ അലൈൻമെന്റ് ഓഫ് ട്രാക്ക്. ട്രാക്സിന്റെ അലൈൻമെന്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കർവ്സിനെ നമ്മൾ ഹൊറിസോണ്ടൽ കർവ് എന്ന് പറയും. പ്രൊവൈഡ് വേർ ദ ചേഞ്ച് ഇൻ ഗ്രേഡിയന്റ്, സ്മൂത്ത് മൂവിന് വേണ്ടി ഗ്രേഡിയന്റ് ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടിക്കൽ കർവ്സ് എന്ന് പറയാം. ദെൻ റേഡിയസ് ആൻഡ് ഡിഗ്രി ഓഫ് കർവ്സ് എന്തായിരിക്കും, എന്താണോ നമുക്ക് അടുത്ത സ്യൂട്ടബിലിറ്റി, അടുത്ത പോയിന്റ് എങ്ങനെ, റെയിൽവേ ട്രാക്കിന്റെ പോയിന്റ് എങ്ങനെയാണ്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കർവ്സ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് സൂപ്പർ എലിവേഷൻ. ദെൻ തേർഡ് പോയിന്റ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ റോഡിൽ പറഞ്ഞ പോലെ തന്നെ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് എന്താ സൂപ്പർ എലിവേഷൻ എന്നുള്ളത്, ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, റെയിൽസ് കർവ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കർവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു റെയിലിന്റെ സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, സൂപ്പർ പൊന്തിച്ച് കൊടുക്കണം. എന്തിനായിരിക്കും, വണ്ടി വളയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ട്രെയിൻ വളഞ്ഞു വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ ഓപ്പോസിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബാക്കിലേക്ക് പിടിച്ചു വലിക്കാനുള്ള ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ, ഔട്ടർ പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക, എലിവേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനെ നമ്മൾ എന്താ പറയുക, സൂപ്പർ എലിവേഷൻ പറയുക. അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷെ ഇവിടെ ഹൊറിസോണ്ടൽ കർവ്സിൽ കൊടുക്കുന്ന ആ സൂപ്പർ എലിവേഷൻ നമ്മൾ എന്ത് വിളിക്കും, കാണ്ട് എന്നുള്ള പേര്, CANT, കാണ്ട് എന്നാണ് നമ്മൾ പറയുക. ദെൻ ഫോർത്ത് വൺ ആണ് ട്രാൻസിഷൻ കർവ്. ട്രാൻസിഷൻ കർവ് എന്താണ്, നിങ്ങൾക്ക് അറിയുന്ന പോലെ എ ട്രാൻസിഷൻ കർവ്സ് ഓൺ എ റെയിൽവേ ഈസ് ഗ്രാജുവൽ കർവ് കണക്ടിങ് എ സ്ട്രൈറ്റ് ട്രാക്ക് ടു എ സർക്കുലർ കർവ്. എന്താ പറയുന്നത്, ഒരു സ്ട്രൈറ്റ് കർവ്, ഒരു സ്ട്രൈറ്റ് പാത്ത് നിന്ന് ഒരു സർക്കുലർ പാത്തിലേക്ക് ട്രെയിൻ മൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് ഒരു സ്ട്രൈറ്റ് പാത്ത് കർവിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്നൊരു കർവിങ് റേഡിയസ് വളരെ കൂടുതലായിരിക്കും സ്ട്രൈറ്റ് നിന്ന് കർവിലേക്ക് പാസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ അത് പെട്ടെന്ന് എന്ത് ചെയ്യുക, വണ്ടി സ്ലിപ്പ് ആവാനും മറയാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഒരു ട്രാൻസിഷൻ, ഒരു സ്മൂത്ത് കർവ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. സ്ട്രൈറ്റിൽ നിന്ന് ഒരു സ്മൂത്ത് കർവ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് കർവ് പാത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, വെഹിക്കിൾസ് പാസ് ചെയ്യാം. അങ്ങനെ കൊടുക്കുന്ന കർവിന് നമ്മൾ എന്താ പറയുക, ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് ആണ് വൈഡനിങ് ഗേജ് കർവ്സ്. നമ്മൾ റോഡിൽ പഠിച്ച പോലെ തന്നെ എന്താ പറയുന്നത്, നമ്മൾ നല്ല സ്റ്റീപ്പറായിട്ടുള്ള കർവ്സ് ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, ട്രാക്കിന്റെ അല്ലെങ്കിൽ റെയിൽസിന്റെ ഗേജ് എന്ത് ചെയ്യുക, വൈഡനിങ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി സാധാ നാരോ ഗേജ്, ബോർഡ് ഗേജ്, മീറ്റർ ഗേജ് എന്നുള്ള ഡിസ്റ്റൻസിനെ ഒഴിവാക്കിയ പോലെ ആ രീതിയിലല്ലാണ്ട് കുറച്ചും കൂടി വീതി അല്ലെങ്കിൽ ഗേജിന്റെ മീറ്റേഴ്സ് എന്ത് ചെയ്യുക, വൈഡൻ ചെയ്ത് കൊടുക്കുന്നതിന് പറയാം വൈഡനിങ് ഓഫ് ഗേജ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസിഷൻ ജോമെട്രിക് കർവ്സിൽ വരുന്ന അല്ലെങ്കിൽ ജോമെട്രിക് ഡിസൈനിൽ വരുന്ന 5 പോയിന്റ്സ് ആണ് ഗ്രേഡിയന്റ്, ജോമെട്രിക് ഡിസൈനിൽ വരുന്ന 5 പോയിന്റ് ആണ് കർവ്സ്, ഗ്രേഡിയന്റ്, സൂപ്പർ എലിവേഷൻ, ദെൻ ട്രാൻസിഷൻ കർവ്, ദെൻ വൈഡനിങ് ഓഫ് ഗേജ് കർവ്. ഇത്രയും പോയിന്റ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും എല്ലാവരും പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് തേർഡ് മൊഡ്യൂളിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയാം, നമ്മൾ റോഡിൽ പഠിച്ചപ്പോൾ തന്നെ റെയിലിൽ എന്ത് ചെയ്യുക, ജോമെട്രി ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ജോമെട്രി ഡിസൈനിൽ വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, കമ്പോണൻസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ റെയിൽവേ ട്രാക്കിൽ വരുന്ന ജോമെട്രിക് ഡിസൈനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എലമെന്റ് ഓഫ് ജോമെട്രിക്കൽ ഡിസൈൻ എന്തൊക്കെയാണ്, ഗ്രേഡിയന്റ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കർവ്സ്, സൂപ്പർ എലിവേഷൻ, ട്രാൻസിഷൻ കർവ്, വൈഡനിങ് ഓൺ കർവ്സ്. ഇത്രയാണ് ഇത് പറയുന്നത് എലമെന്റ് ഓഫ് ജോമെട്രിക് ഡിസൈൻ എന്ന് പറയുന്നത്. എന്തിനാണ് ജോമെട്രി ഡിസൈൻ ചെയ്യുന്നത്, അതാണ് അതിന്റെ നെസസിറ്റി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, സ്മൂത്ത് ആൻഡ് സേഫ് റണ്ണിങ് ഓഫ് ട്രെയിനിന്റെ സ്മൂത്ത് ആൻഡ് സേഫ് റണ്ണിങ്ങിന് വേണ്ടി. ദെൻ മാക്സിമം സ്പീഡ്, ഒരു റെയിലിലൂടെ എത്ര സ്പീഡിൽ എന്ത് ചെയ്യാം, നമുക്ക് ട്രെയിൻ പോവാം. നമുക്കറിയാം നമ്മുടെ ചില മെട്രോസ് ഒക്കെ എന്ത് ചെയ്യാം, അത്രയും സ്പീഡിൽ പോകും. 120 km/h എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ട്രെയിൻസ് പോവാം അല്ലെ. അപ്പൊ അത്രയും സ്പീഡിൽ എത്ര സ്പീഡിൽ ഒരു ട്രാക്കിലൂടെ നമുക്ക് ട്രെയിൻ പാസ് ചെയ്യാൻ പോകും, അത് നമുക്ക് ജോമെട്രി ഡിസൈൻ വഴിയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്യാരി ഹെവി ആക്സിയൽ ലോഡ്സ് ക്യാരി ചെയ്യാനുള്ള അതിന്റെ കപ്പാസിറ്റി. അവോയ്ഡ് ആക്സിഡൻസ് ആൻഡ് ഡീറെയിൽമെന്റ്സ്,
ലെസ് മെയിൻ്റെനൻസ് എഫേർട്ട്, ഗുഡ് അസ്തറ്റിക് വാല്യൂ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ ഡിസൈൻ വഴി കിട്ടുന്ന നെസസിറ്റി ആൻഡ് ജോമെട്രി ഡിസൈൻ ചെയ്യേണ്ട ആവശ്യകതകളാണ് ഇതൊക്കെ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് എലിമെന്റ്സ് ഓഫ് ജോമെട്രി ഡ്രോയിങ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഗ്രേഡിയന്റ് ആണ്. എന്താ ഗ്രേഡിയന്റ് എന്നാണ്? ദ എമൗണ്ട് ഓഫ് സ്ലോപ്പ് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ഓഫ് റെയിൽവേ ട്രാക്ക് ഈസ് കോൾഡ് ഗ്രേഡിയന്റ് ഓർ ഗ്രേഡ്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷന് ഒരു റെയിൽവേ ട്രാക്കിൽ കൊടുക്കുന്ന സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയൻസ് ആർ പ്രൊവൈഡ് ടു നെഗോഷിയേറ്റ് ടു ദ റൈസ് ഓർ ഫാൾ ഇൻ ദ റെയിൽ ഓഫ് ദ റെയിൽവേ ട്രാക്ക്. എന്താണ് ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഭയങ്കര ഹൈറ്റും ഭയങ്കര ഡെപ്ത് ഉള്ള സ്ഥലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, റൈസ് ആൻഡ് ഫാൾസ് നെഗോഷിയേറ്റ് ചെയ്ത് ഒരേ ലെവലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേഡിയന്റ് കൊടുക്കുമ്പോൾ ഉപകാരപ്പെടും. എ ഗ്രേഡിയന്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ഡിസ്റ്റൻസ് ട്രാവൽ ഫോർ എ റൈസ് ഓർ എ ഫാൾ ഇൻ 1 യൂണിറ്റ്. ഗ്രേഡിയന്റ് പറഞ്ഞാൽ എന്താണ്, ഒരു യൂണിറ്റ് ഡിസ്റ്റൻസ്, ഒരു യൂണിറ്റ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രത്തോളം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്, അതിന് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് റിട്ടൺ ഇൻ 1 in x or 1 in n as a present. 1 in x, ഒരു മീറ്ററിൽ ഇത്രയാണ് നമ്മുടെ ഗ്രേഡിയന്റ്, അല്ലെങ്കിൽ ഇത്രയാണ് നമ്മുടെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇത്രയാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നത്. അതാണ് 1 in x or 1 in n എന്ന് പറയുന്നത്. ദെൻ ടൈപ്പ് ഓഫ് ഗ്രേഡിയന്റ്, ഏതൊക്കെയാണ് നമ്മുടെ ഗ്രേഡിയന്റ് നമ്മൾ ഇതിന്റെ റെയിൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? റൂളിംഗ് ഗ്രേഡിയന്റ് ഉണ്ട്, മൊമെന്റം ഗ്രേഡിയന്റ് ഉണ്ട്, പുഷർ ഓർ ഹെൽപ്പർ ഗ്രേഡിയന്റ് ഉണ്ട്, ഗ്രേഡിയന്റ് അറ്റ് സ്റ്റേഷൻ യാർഡ്സ്. 4 ടൈപ്പ് ഓഫ് ഗ്രേഡിയൻസ് ഉണ്ട്. റൂളിംഗ് ഗ്രേഡിയന്റ്, ഫസ്റ്റ് വൺ ആണ് റൂളിംഗ് ഗ്രേഡിയന്റ്. എന്താ റൂളിംഗ് ഗ്രേഡിയന്റ്? റൂളിംഗ് ഗ്രേഡിയന്റ് ഓൺ എ സെക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഗ്രേഡിയന്റ് which determines the maximum load that engine can hold on the section. എന്താ പറയുന്നത്? The section defined as a gradient which determines the maximum load at the engine can hold on the section. ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഒരു ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ ട്രെയിനിന് എഞ്ചിന് എത്രത്തോളം ലോഡിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ലോഡിന് എന്ത് ചെയ്യുക, ട്രെയിനിന് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് റൂളിംഗ് ഗ്രേഡിയന്റ് വരുന്നത്. The ruling gradient depends upon the additional power of the locomotive. We shall be able to pull up its train load along the gradient. ആ ഒരു ഗ്രേഡിയന്റ് ആ ഒരു ലെവലിൽ എത്രത്തോളം ലോഡില്, എത്രത്തോളം പുള്ളപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ എഞ്ചിനെ ആ ട്രെയിനിനെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതിന് എന്താ പറയുന്നത്, റൂളിംഗ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. റൂളിംഗ് ഗ്രേഡിയന്റ് ഓരോ സ്ഥലത്ത് ഓരോന്നായിരിക്കും. പ്ലെയിനിൽ എന്തായിരിക്കും 1 in 50 to 1 in 200 ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് മൊമെന്റം ഗ്രേഡിയന്റ്. എന്തായിരിക്കും മൊമെന്റം ഗ്രേഡിയന്റ്? ദെൻ മൊമെന്റം ഗ്രേഡിയന്റ്. എന്തായിരുന്നു മൊമെന്റം ഗ്രേഡിയന്റ്? മൊമെന്റം ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ അത് റൂളിംഗ് ഗ്രേഡിയന്റിനേക്കാൾ ഒരു സ്ലോപ്പ് ആയിരിക്കും, ഭയങ്കര സ്റ്റീപ്പർ ആയിരിക്കും. അത് പറഞ്ഞാൽ ഒരു ഗ്രേഡിയന്റിലൂടെ വരുന്ന ട്രെയിനിലെ ആ ഗ്രേഡിയന്റിൽ ഉണ്ടാകുന്ന മൊമെന്റം കൊണ്ട്, ആ ഗ്രേഡിയന്റിൽ വരുന്ന മൊമെന്റം കൊണ്ട് അതിന് എന്ത് ചെയ്യുക, അതിന്റെ എഞ്ചിന് മറ്റു ഗ്രേഡിയന്റിൽ കയറി പോകും. നമ്മളൊരു ഭയങ്കര സ്റ്റീപ്പറുകളായ സ്ഥലത്തേക്ക് ഒരു നല്ല ഹൈറ്റിൽ നിന്ന് വന്ന് ഭയങ്കര സ്ലീപ്പറിലേക്ക് ഇറങ്ങി, ഒരു കുത്തനെ ഇറങ്ങി നമ്മൾ വീണ്ടും സൈക്കിൾ ചവിട്ടി കയറുന്ന ഇതെടുക്കുക. നമ്മൾ നല്ല സ്പീഡിൽ കുത്തനെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി, അപ്പൊ ആ ഇറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിരിക്കും, ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കയറ്റത് നമുക്ക് കുറച്ച് ദൂരം കൊണ്ട് കയറി പോകാൻ പറ്റും. അങ്ങനെ കൊടുക്കുന്ന ഗ്രേഡിയന്റ് നമ്മൾ എന്ത് പറയുന്നത്, മൊമെന്റ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് പുഷർ ഓർ ഹെൽപ്പർ ഗ്രേഡിയന്റ്. അതെന്തായിരുന്നു, ഒരു എക്സ്ട്രാ എഞ്ചിന്റെ സപ്പോർട്ടോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക, ട്രെയിനിനെ മൂവ് ചെയ്യിക്കാം. അത് നമ്മൾ എവിടെയായിരിക്കും ഉണ്ടാവും, നമ്മൾ ഹില്ലി ഏരിയാസ്, മൗണ്ടൻസ് ഏരിയാസിലേക്ക് എന്ത് ചെയ്യാം, ട്രെയിനിന് റെയിൽവേയിൽ കൊടുക്കുന്ന ഗ്രേഡിയന്റ് ഭയങ്കര സ്റ്റീപ്പറായിരിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, ആ ഒരൊറ്റ എഞ്ചിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ട്രെയിനിനെ മൊത്തം ലോഡിനെ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ സെറ്റിങ്സ്, എക്സ്ട്രാ ഒരു എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ കൊടുക്കുന്നത് പുഷർ ഓർ ഹെൽപ്പർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രേഡിയന്റ് അറ്റ് സ്റ്റേഷൻ യാർഡാണ് നെക്സ്റ്റ് വരുന്നത്. അവിടെ എന്താ, സ്റ്റേഷൻ യാർഡ്സിൽ ഗ്രേഡിയന്റ് എപ്പോഴും എങ്ങനെ ഇരിക്കണം, കുറവായിരിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാ പറയുന്നത്, ഡ്യൂ ടു ലോ ഫ്ലോയിങ് റീസൺസ് ലെവൽ ടു ഗ്രേഡിയന്റ് സഫിഷ്യൻലി ലോ ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. എന്തൊക്കെയാണ്? ടു പ്രിവെന്റ് ദ സ്റ്റാൻഡിംഗ് വെഹിക്കിൾ ഫ്രം റോളിംഗ് ആൻഡ് മൂവിംഗ് അവേ ഫ്രം ദ സ്റ്റേഷൻ യാർഡ് ഡ്യൂ ടു ദ കമ്പൈൻഡ് എഫക്ട് ഓഫ് ഗ്രാവിറ്റി ആൻഡ് സ്ട്രോങ് വിൻഡ്. നല്ല സ്ലോപ്ഡ് അല്ലെങ്കിൽ നല്ല സ്മൂത്ത് അല്ലെങ്കിൽ ലെവൽ ഗ്രേഡിയന്റ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഒരു ഗ്രാവിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ ഒരു നല്ല സ്ട്രോങ് വിൻഡ് വന്നാൽ ട്രെയിൻ മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള സ്റ്റേഷനിൽ ഒരു പെർട്ടിക്കുലർ ഗ്രേഡിയന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. The track along the station yard should be level or gradient should be sufficiently low due to the following reason. A certain minimum gradient is required to provide for the drainage. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്, ഡ്രൈനേജസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരേ ലെവലിലേക്കാണ് ട്രെയിൻ, ഇതൊരേ ലെവലിലാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്സ് വെള്ളത്തിൽ മുങ്ങിപ്പം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു മിനിമം ഗ്രേഡിയന്റ് ആണ് ഇവിടെ സ്റ്റേഷൻ യാർഡ്സിൽ കൊടുക്കാം. സ്റ്റേഷൻ യാർഡ് എന്തായിരുന്നു,
നമ്മുടെ സാധനങ്ങൾ ലോഡ്സ് ഇറക്കാനും അതേപോലെ പാസഞ്ചേഴ്സ് ഇറങ്ങുന്നതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റേഷൻ യാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേഷൻ യാർഡ്സിൽ എന്ത് ചെയ്യുക, വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേഡിയൻ്റ് അവിടെ എന്തായിരിക്കണം, അത് സ്യൂട്ടബിൾ ആയ ഗ്രേഡിയൻസ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഇത്രയാണ് എന്താണ് ഫസ്റ്റ് പോയിന്റ്, ഗ്രേഡിയൻ്റ് എന്താണെന്ന് വരുന്നത് ജോമെട്രിക് ഡിസൈൻ. നെക്സ്റ്റ് വരുന്നതാണ് കർവ്സ്. എന്താണ് കർവ്സ് എന്നുള്ളത് നമുക്കറിയാം. ഹൊറിസോണ്ടൽ കർവ്സ് ഉണ്ട്, വെർട്ടിക്കൽ കർവ്സ് ഉണ്ട്. Then horizontal curve എന്താണ്, പ്രൊവൈഡ് where there is a change in alignment of track. ട്രാക്സിന്റെ അലൈൻമെന്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കർവ്സിനെ നമ്മൾ ഹൊറിസോണ്ടൽ കർവ് എന്ന് പറയും. പ്രൊവൈഡ് where the change in gradient, സ്മൂത്ത് മൂവിന് വേണ്ടി ഗ്രേഡിയന്റ് ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടിക്കൽ കർവ്സ് എന്ന് പറയാം. ദെൻ റേഡിയസ് ആൻഡ് ഡിഗ്രി ഓഫ് കർവ്സ് എന്തായിരിക്കും, എന്താണോ നമുക്ക് അടുത്ത സ്യൂട്ടബിലിറ്റി, അടുത്ത പോയിന്റ് എങ്ങനെ, റെയിൽവേ ട്രാക്കിന്റെ പോയിന്റ് എങ്ങനെയാണ്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കർവ്സ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് സൂപ്പർ എലിവേഷൻ. ദെൻ തേർഡ് പോയിന്റ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ റോഡിൽ പറഞ്ഞ പോലെ തന്നെ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് എന്താ സൂപ്പർ എലിവേഷൻ എന്നുള്ളത്, ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, റെയിൽസ് കർവ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കർവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു റെയിലിന്റെ സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, സൂപ്പർ പൊന്തിച്ചു കൊടുക്കണം. എന്തിനായിരിക്കും, വണ്ടി വളയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ട്രെയിൻ വളഞ്ഞു വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ ഓപ്പോസിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ബാക്കിലേക്ക് പിടിച്ചു വലിക്കാനുള്ള ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്ട് ഔട്ടർ പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക, എലിവേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനെ നമ്മൾ എന്ത് പറയുക, സൂപ്പർ എലിവേഷൻ പറയുക. അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷെ ഇവിടെ ഹൊറിസോണ്ടൽ കർവ്സിൽ കൊടുക്കുന്ന ആ സൂപ്പർ എലിവേഷൻ നമ്മൾ എന്ത് വിളിക്കും, കാണ്ട് എന്നുള്ള പേര് വരും. CANT, കാണ്ട് എന്നാണ് നമ്മൾ പറയുക. ദെൻ ഫോർത്ത് വൺ ആണ് ട്രാൻസിഷൻ കർവ്. ട്രാൻസിഷൻ കർവ് എന്താണ്, നിങ്ങൾക്ക് അറിയുന്ന പോലെ എ ട്രാൻസിഷൻ കർവ്സ് ഓൺ എ റെയിൽവേ ഈസ് ഗ്രാജുവൽ കർവ് കണക്ടിങ് എ സ്ട്രൈറ്റ് ട്രാക്ക് ടു എ സർക്കുലർ കർവ്. എന്താ പറയുന്നത്, ഒരു സ്ട്രൈറ്റ് കർവ്, ഒരു സ്ട്രൈറ്റ് പാത്ത് നിന്ന് ഒരു സർക്കുലർ പാത്തിലേക്ക് ട്രെയിൻ മൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് ഒരു സ്ട്രൈറ്റ് പാത്ത് കർവിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്നൊരു കർവിങ് റേഡിയസ് വളരെ കൂടുതലായിരിക്കും സ്ട്രൈറ്റ് നിന്ന് കർവിലേക്ക് പാസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ അത് പെട്ടെന്ന് എന്ത് ചെയ്യുക, വണ്ടി സ്ലിപ്പ് ആവാനും മറയാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഒരു ട്രാൻസിഷൻ, ഒരു സ്മൂത്ത് കർവ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. സ്ട്രൈറ്റിൽ നിന്ന് ഒരു സ്മൂത്ത് കർവ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് കർവ് പാത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, വെഹിക്കിൾസ് പാസ് ചെയ്യാം. അങ്ങനെ കൊടുക്കുന്ന കർവിന് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് ആണ് വൈഡനിങ് ഗേജ് കർവ്സ്. നമ്മൾ റോഡിൽ പഠിച്ച പോലെ തന്നെ എന്താ പറയുന്നത്, നമ്മൾ നല്ല സ്റ്റീപ്പറായിട്ടുള്ള കർവ്സ് ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, ട്രാക്കിന്റെ അല്ലെങ്കിൽ റെയിൽസിന്റെ ഗേജ് എന്ത് ചെയ്യുക, വൈഡനിങ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി സാധാ നാരോ ഗേജ്, ബോർഡർ ഗേജ്, മീറ്റർ ഗേജ് എന്നുള്ള ഡിസ്റ്റൻസിനെ ഒഴിവാക്കിയ പോലെ ആ രീതിയിലല്ലാണ്ട് കുറച്ചും കൂടി വീതി അല്ലെങ്കിൽ ഗേജിന്റെ മീറ്റേഴ്സ് എന്ത് ചെയ്യുക, വൈഡൻ ചെയ്ത് കൊടുക്കുന്നതിന് പറയാം വൈഡനിങ് ഓഫ് ഗേജ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസിഷൻ ജോമെട്രിക് കർവ്സിൽ വരുന്ന അല്ലെങ്കിൽ ജോമെട്രിക് ഡിസൈനിൽ വരുന്ന 5 പോയിന്റ്സ് ആണ് ഗ്രേഡിയന്റ്, ജോമെട്രിക് ഡിസൈനിൽ വരുന്ന 5 പോയിന്റ് ആണ് കർവ്സ്, ഗ്രേഡിയന്റ്, സൂപ്പർ എലിവേഷൻ, ദെൻ ട്രാൻസിഷൻ കർവ്, ദെൻ വൈഡനിങ് ഓഫ് ഗേജ് കർവ്. ഇത്രയും പോയിന്റ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും എല്ലാവരും പഠിക്കുക കേട്ടോ. മൊഡ്യൂൾ 3 നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ടേൺ ഔട്ട്സ്, പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് എന്നുള്ളത്. ഇത് ചോദിച്ചിട്ടുണ്ട് എക്സാമിൽ വിത്ത് ഫിഗർ എക്സ്പ്ലനേഷൻ നമ്മൾ ഇതുവരെ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം എന്താണ് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ്? Points and crossings are provided to help transfer railway vehicle from one track to another. പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു റെയിൽവേ ട്രാക്കിൽ നിന്ന് വേറൊരു റെയിൽവേ ട്രാക്കിലേക്ക് റെയിൽസിന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പോയിന്റ്സ് വരുന്ന സ്റ്റാർട്ട് പോയിന്റ് ആണ് നമ്മൾ പോയിന്റ്സ് എന്ന് പറയുന്നത്. ട്രാക്സ് ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ പോയിന്റ്സ് എന്നും, എവിടെയാണോ റെയിൽ ക്രോസ് ചെയ്തിട്ട് മറ്റേ ട്രാക്കിലേക്ക് ക്രോസ് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യാം, ക്രോസിങ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫിഗറിൽ മനസ്സിലാവും. ആ സ്റ്റാർട്ട് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, പോയിന്റ്സ് എന്നും, ആ ക്രോസിംഗ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, ക്രോസിങ്സ് ആണ് പറയുന്നത്. അപ്പം എന്തിനാണ് ഈ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തിനായിരിക്കും? Because the rails of railways vehicles are provided with inside flange and therefore they are required to special arrangement in order to navigate their way on the rails. റെയിൽസിന്റെ ട്രാക്സിൽ അല്ലെങ്കിൽ റെയിലിന്റെ വീൽ എന്തായിരിക്കും, ഒരു കോണിക് ഷേപ്പിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ആ കോണിക് ഷേപ്പ് എന്ത് ചെയ്യാം, നമുക്ക് റെയിൽസിന് എന്ത് ചെയ്യാം, ഒരു കർവ് സർഫസിലൂടെ പാസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനെ നമ്മൾ എന്ത് പറയുന്നത്, ടേൺ ഔട്ട്സ് എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, ടേൺ ഔട്ട് എന്ന് പറയും.
അപ്പോൾ ടേൺ ഔട്ട്സ് എന്താണ്? പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെയിൽസിനെ നമ്മൾ എന്ത് ചെയ്യുക? ടേൺ ഔട്ട്സ് എന്ന് പറയും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടേൺ ഔട്ട്സ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ടേൺ ഔട്ടും ദെൻ റൈറ്റ് ഹാൻഡ് ടേൺ ഔട്ടും. എങ്ങോട്ടാണോ റെയിൽവേ ട്രാക്ക് എന്ന മെയിൻ ലൈനിൻ്റെ നെക്സ്റ്റ് റെയിൽവേ ട്രാക്ക് ചേഞ്ച് ചെയ്യുന്ന ഡയറക്ഷൻ അതിനനുസരിച്ചാണ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് ടേൺ ഔട്ടും ലെഫ്റ്റ് ഹാൻഡ് ടേൺ ഔട്ടും. അവർ രണ്ടിൻ്റെ ഫിഗേഴ്സ് നമ്മൾ പഠിച്ചു വയ്ക്കാം. ദെൻ അതിൻ്റെ കമ്പോണൻറ്റ് പാർട്സ് നമ്മൾ പഠിച്ചു വയ്ക്കാം. ദെൻ കമ്പോണൻറ്റ്സ് ഓഫ് എ ടേൺ ഔട്ട്. ഒരു ടേൺ ഔട്ടിൽ വരുന്ന കമ്പോണൻറ്റ് പാർട്സ്. ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. ഫിഗറിൻ്റെ കമ്പോണൻറ്റ് പാർട്സ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. ആ കമ്പോണൻറ്റ് പാർട്സിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ചെക്ക് റെയിൽ, ലീഡ് റെയിൽ, സ്റ്റോക്ക് റെയിൽ, ടങ് റെയിൽ, സ്ട്രക്ചർ ബാർ, ടോസ് ആൻഡ് ഹീൽസ്, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോർഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്ന് എന്താ നമുക്ക് നോക്കാം. എന്താണ് ടങ് റെയിൽസ്? ടങ് റെയിൽ എന്താ പറയുന്നത്? ടങ് റെയിൽസ് എവിടെ പറയുന്നത്? ടാപ്പ് വേർഡ് എൻഡിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആയി മെയിൻ റെയിലായി കണക്ട് ചെയ്യുന്ന ആ ഏരിയയാണ് നമ്മൾ എന്താ പറയുക? ടങ് റെയിൽസ് എന്ന് പറയുന്നത്. ഈസ് എ ടാപ്പർ റെയിൽ ഹാവിങ് ലീസ്റ്റ് ക്രോസ് സെക്ഷൻ അറ്റ് ലീസ്റ്റ് ടോ ആൻഡ് ഫുൾ ക്രോസ് സെക്ഷൻ അറ്റ് ഹീൽ. ആ മെയിൻ റെയിലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഏരിയ, ഒരു സ്ട്രൈറ്റ് ഒരു ഹൊറിസോണ്ടൽ ഏരിയ നമ്മൾ എന്താ പറയുക? ടങ് റെയിൽ എന്ന് പറയുന്നത്. ദെൻ സ്റ്റോക്ക് റെയിൽ. സ്റ്റോക്ക് റെയിൽ എന്താ? നിങ്ങൾക്ക് ഫിഗർ നോക്കി അറിയാം. സ്റ്റോക്ക് റെയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് സ്റ്റോക്ക് റെയിൽ? ടങ് റെയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന റെയിൽ അതിനെ നമ്മൾ എന്താ പറയുക? സ്റ്റോക്ക് റെയിൽ എന്ന് പറയും. ടങ് റെയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ റെയിലിനെ നമ്മൾ എന്താ പറയുക? സ്റ്റോക്ക് റെയിൽ എന്ന് പറയുന്നു. സ്റ്റോക്ക് റെയിൽ എങ്ങനെയായിരിക്കും? ഒരു ഫിക്സഡ് ആയിരിക്കും. സ്റ്റോക്ക് റെയിൽ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അറേഞ്ച്മെന്റ് ആയിരിക്കും. The next one are lead rail. Lead rails one. In the turnouts, leads rails are the length of rails from the heel of tongue to toe of the crossing. ഹീൽ ഓഫ് ടങ്ങിൻ്റെ ഹീലിൽ മുതൽ ടോൻ്റെ ക്രോസിങ്സ് വരെ കൊടുക്കുന്ന ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ടയർ ഗ്യാപ്പുള്ള റെയിൽസ് നമ്മൾ ഇത് ലീഡ് റെയിൽസ് എന്ന് പറയാം. ദെൻ സ്ട്രക്ചർ ബാർ. സ്ട്രക്ചർ ബാർ എന്തായിരിക്കും? This is the bar connecting the toe of both of the tongue rails and allows both tongues to the rails in the transverse or lateral movement. ദെൻ നെക്സ്റ്റ് സ്ട്രക്ചർ ബാർ. സ്ട്രക്ചർ ബാർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ രണ്ട് സ്റ്റോക്ക് റെയിൽസിനെ തമ്മിൽ കണക്ട് ചെയ്യുക മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട്. ഏത് റെയിലിലൂടെയാണ് ട്രെയിൻ പാസ് ചെയ്യേണ്ടത്, അപ്പം ആ റെയിലിലേക്ക് എന്ത് ചെയ്യുക? ഈ ടങ് റെയിൽസ് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കണം. ആ അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടി രണ്ട് ടങ് റെയിലിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്ന പാർട്സ് നമ്മൾ എന്ത് ചെയ്യാം? സ്ട്രക്ചർ ബാർ എന്ന് പറയാം. ദെൻ ടോ ആൻഡ് ഹീൽ. നമ്മൾ റീറ്റെയിൻ വാളിൽ പഠിക്കുന്ന പോലെ ടോ പോർഷൻ അല്ലെങ്കിൽ ഒരു എൻഡിനെ ടാപ്പേർഡ് എൻഡിനെ നമ്മൾ എന്ത് ചെയ്യുക? ടോ എന്നും മറ്റെന്നെ നമ്മൾ ഹീൽ എന്നും പറയാം. ഇത്രയാണ് എന്ത് പറയുന്നത്? ടേൺ ഔട്ട്സിൽ വരുന്ന കമ്പോണൻറ്റ് പാർട്സ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ടേൺ ഔട്ട്സ്, ദെൻ കമ്പോണൻറ്റ് പാർട്സ് ഓഫ് ടേൺ ഔട്ട് കിട്ടി. ദെൻ ഏതൊക്കെ ടൈപ്പ്? റൈറ്റ് ഹാൻഡ് ടേൺ ഔട്ട് ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ടേൺ ഔട്ട്സ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് ടേൺ ഔട്ട്സിൽ വരുന്നത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ റെയിൽവേ സിഗ്നലിംഗ്. എന്തിനാണ് റെയിൽവേ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ദ ടൈപ്പ് ഓഫ് റെയിൽവേ സിഗ്നൽസിന്റെ ക്ലാസിഫിക്കേഷൻ. ഇത്രയാണ് എന്ത് വരുന്നത്? സിഗ്നലിംഗിൽ വരുന്നത്. അപ്പം എന്തിനാണ് റെയിൽവേ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് എന്ത് പറയുന്നത്? റെയിൽവേ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് എന്താണ്? ടു റെഗുലേറ്റ് ദ മൂവ്മെന്റ് ഓഫ് ട്രെയിൻ സോ ദാറ്റ് റൺ സേഫ്ലി അറ്റ് ദ മാക്സിമം പെർമിസിബിൾ സ്പീഡിൽ ഒരു ട്രെയിനിന് മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? റെയിൽവേ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. പിന്നെ രണ്ട് റെയിൽസ് തമ്മിലുള്ള കൊളാഷ്, രണ്ട് ട്രെയിൻസ് നമ്മളെ കൊളാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? റെയിൽവേ സിഗ്നൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു സേഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റണ്ണിങ് ട്രെയിൻസ് നമ്മൾ സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? റെയിൽവേ സിഗ്നൽ ഉപയോഗപ്പെടും. പിന്നെ വന്നിട്ട് പ്രൊവൈഡ് ഫെസിലിറ്റി ഫോർ സേഫ് ആൻഡ് എഫിഷ്യൻറ്റ് ഷണ്ടിങ് ടു റെഗുലേറ്റ് ദ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് ട്രെയിൻ ഫ്രം വൺ സ്റ്റേഷൻ. ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിൻ പുറപ്പെടുന്നതും ഒരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ എൻട്രി ചെയ്യുന്നതൊക്കെ എന്തിൻ്റെ ബേസിലായിരിക്കും? സിഗ്നലിങ്ങിൻ്റെ ബേസിലായിരിക്കും. To ensure safety of the train when it comes in contact with road traffic at level crossing. ലെവൽ ക്രോസിംഗ് നിങ്ങൾക്ക് കണ്ടറിയാം. സിഗ്നലിന് അനുസരിച്ചിട്ടാണ് എന്തുണ്ടാവുക? വണ്ടി പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് റെയിൽവേ സിഗ്നലിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ ടൈപ്പ് ഓഫ് റെയിൽവേ സിഗ്നലിംഗ് ആണ്. അത് നമുക്ക് കുറേ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് എന്തായാലും പഠിക്കും. റെയിൽവേ സിഗ്നലിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പഠിക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് റെയിൽവേ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ലൊക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്ത് ചെയ്യാം? റെയിൽവേ സിഗ്നൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിയിൽ വരുന്നതാണ് ഡെറ്റോണേറ്റിംഗ് സിഗ്നൽസ്, ഹാൻഡ് സിഗ്നൽസ്, ഫിക്സഡ് സിഗ്നൽസ്. ദെൻ ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ താഴത്ത് വരുന്നതാണ് സ്റ്റോപ്പ് ഓർ സെമഫർ സിഗ്നൽസ്, വാർണർ സിഗ്നൽ, ഷണ്ടിങ് സിഗ്നൽസ് ആൻഡ് കളേർഡ് ലൈറ്റ് സിഗ്നൽസ്. ലൊക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ് റിസപ്ഷനും ഡിപ്പാർച്ചറും. റിസപ്ഷനിലുണ്ട് ഔട്ടർ സിഗ്നൽസ് ഉണ്ട്, ഹോം സിഗ്നൽസ് ഉണ്ട്. ഡിപ്പാർച്ചറിൽ സ്റ്റാർട്ടർ സിഗ്നൽസും അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നൽസും ഉണ്ടായിരിക്കും. സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിൽ കുറേ മിസ്ലേനിയസ് ടൈപ്പ് സിഗ്നൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഓരോന്ന് എന്താന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഡെറ്റോണേറ്റിക് സിഗ്നൽസ് പറഞ്ഞാൽ പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിഗ്നൽസിനെ എന്ന് പറയുക ഡെറ്റോണേറ്റിക് സിഗ്നൽസ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതി പോലെ അല്ലെങ്കിൽ ഒരു കൊളാഷബിൾ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോസീവ് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യാം, റെയിൽവേ ട്രാക്കിൽ ഒരു ഇത് വെച്ച് റിങ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കെട്ടി വെക്കാം. നമ്മുടെ സിഗ്നൽ ലൈറ്റിന്റെ കുറച്ച് മുന്നിൽ ഒരു 400 അല്ലെങ്കിൽ 500 മീറ്റർ മുന്നേ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു തിക്ക് ഇത് വെച്ച് ടൈ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, റെയിൽവേ ട്രാക്കിൽ ടൈ ചെയ്ത് വെക്കും. അപ്പൊ നല്ല ഫോഗി ഏരിയ, നല്ല മഞ്ഞുള്ള ഏരിയാസ്, നല്ല ഡേഞ്ചർ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റെയിൽവേ ട്രാക്കിൽ ഡയറക്റ്റ് നമുക്ക് ലൈറ്റിംഗ് കാണാൻ പറ്റാത്ത ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രെയിൻ ഇതിന്റെ മുകളിൽ കൂടെ, ഈ എക്സ്പ്ലോസീവിന്റെ മുകളിൽ കൂടെ കയറുമ്പോൾ, റെയിലിന്റെ വീല് കയറുമ്പോൾ എന്ത് ചെയ്യും, ഈ സാധനം പൊട്ടി വല്ലാണ്ട് പൊട്ടിത്തെറിക്കുക മീൻസ് അല്ല, ഒരു സൗണ്ടോട് കൂടിയിട്ട് എന്ത് ചെയ്യും, അത് പൊട്ടും. അപ്പൊ ലോക്കോമോട്ടീവിന് അല്ലെങ്കിൽ പൈലറ്റിന്, ട്രെയിനിന്റെ ഡ്രൈവർക്ക് മനസ്സിലാവണം ഇത്ര കിലോമീറ്റർ 500 മീറ്റർ കൂടി ഫ്രണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ സിഗ്നൽ ആണ് എന്നുള്ള ഒരു അവയർനെസ് കൊടുക്കുക, ഒരു ഗൈഡൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഡെറ്റോണേറ്റ് സിഗ്നൽസ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ആണ് ബൈ ഹാൻഡ് സിഗ്നൽസ്. എന്തായിരുന്നു നമ്മൾ കണ്ടിട്ട്, നമ്മുടെ ഫ്ലാഗ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടോ നമ്മൾ ഇതേ സിഗ്നൽസ് കൊടുക്കുന്ന നമ്മൾ എന്താ പറയുക, ഹാൻഡ് സിഗ്നൽസ് എന്ന് പറയാം. ദെൻ ഫിക്സഡ് സിഗ്നൽസ് എന്തായിരുന്നു, നമ്മൾ ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്ത് വെച്ചത്. അത് കോഷൻ ഇൻഡിക്കേറ്റർ ആയിരിക്കാം, വണ്ടി ഇവിടെ നിർത്തണം എന്നുള്ളതോ അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ഇൻഡിക്കേറ്റർ, അങ്ങനത്തെ ഇൻഡിക്കേറ്റർ നമ്മൾ ഫിക്സഡ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ദെൻ ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ആണ് സ്റ്റോപ്പ് ഓർ സെമഫോർ സിഗ്നൽസ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ട് അതൊന്ന് ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഫ്ലാഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഫ്ലാഗിൽ എന്തുണ്ടായിരിക്കും, ഒരു റെഡ് കളർ ഫ്ലാഗ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതെന്ത് ചെയ്യുക, സ്ട്രൈറ്റ് ആയി നിന്ന് കഴിഞ്ഞാൽ വണ്ടി സ്റ്റോപ്പ് എന്നും, ആ ഒരു ഫ്ലാഗ് ഇൻക്ലൈൻ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ വണ്ടി എന്താണ് സ്റ്റാർട്ട് ചെയ്ത് പോവാം അല്ലെങ്കിൽ ഓൺ ഗോയിങ് ആവാം എന്നുള്ള ഒരു ഗ്രീൻ സിഗ്നലാണ് എന്ത് പറയുന്നത്, സ്റ്റോപ്പ് ഓർ സെമഫോറിൽ കൊടുക്കുന്നത്. ദെൻ വാർണർ സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെമഫോർ സിഗ്നൽസിന്റെ അതേ മോഡൽ തന്നെ, നമ്മൾ സെമഫോറിന്റെ കൂടെ എന്ത് ചെയ്യാം, ഒരു എക്സ്ട്രാ താഴത്ത് ഒരു എൻഡില് വി ഷേപ്പ് ഒരു എൻഡ് കൊടുത്തിട്ട് ഫ്ലാഗ് ഉണ്ടായിരിക്കും. അത് അങ്ങനത്തെ സിഗ്നൽസ് നമ്മൾ വാർണർ സിഗ്നൽസ് എന്ന് പറയാം. വാർണർ സിഗ്നൽസ് സെയിം തന്നെയാണ്. സെമഫോർ സിഗ്നലും വാർണർ സിഗ്നലും സ്ട്രൈറ്റ് ആയി നിൽക്കുകയാണെങ്കിൽ എന്താണ്, വണ്ടി സ്റ്റോപ്പ് ചെയ്യാന്നാണ്. ചിലടത്ത് ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, ചിലടത്ത് ഇത് രണ്ട് സിഗ്നൽസും ഉണ്ടായിരിക്കും, രണ്ട് ഫ്ലാഗും ഉണ്ടായിരിക്കും. രണ്ട് സ്ട്രൈറ്റ് ആണെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യാം. വാർണർ സിഗ്നൽസ്, സെമഫോർ സിഗ്നൽ സ്ട്രൈറ്റും വാർണർ സിഗ്നൽ ഇൻക്ലൈൻഡ് ആണെങ്കിൽ പ്രൊസീഡ് ചെയ്യാനുള്ള ഒരു ഇതാണ്, കോഷൻ ഓഫ് പ്രൊസീഡ് ആണ്. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്താൻ, പോവാൻ റെഡിയായി നിൽക്കാന്നുള്ളത്. ദെൻ രണ്ടും ഇൻക്ലൈൻഡ് ആണെങ്കിൽ, രണ്ട് ഫ്ലാഗ്സ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക, വണ്ടി ക്ലിയർ ആണ്, വണ്ടി ഓൺ ഗോയിങ് ആവാം, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാന്നാണ് ഉദ്ദേശിക്കുന്നത്. Then next one, shunting signals. These are miniature signals ആണ് used for regulating shunting of vehicles in സ്റ്റേഷനിലെ വണ്ടീസ് നിർത്താൻ വേണ്ടിയിട്ടുള്ളത്. അതെന്താ, എങ്ങനെ ഒരു വൈറ്റ് സർക്കുലർ ഷേപ്പുള്ള ഒരു ബോർഡിൽ ഒരു നടുക്കിലോ റെഡ് ബാൻഡ് ഉണ്ടായിരിക്കും. ആ റെഡ് ബാൻഡിൽ ഒരു 2 ഹോൾസ് ഉണ്ടായിരിക്കും. ആ റെഡ് ബാൻഡ് സ്ട്രൈറ്റ് ആണ് നിൽക്കുന്നതെങ്കിൽ അവിടെ എന്താണ്, വണ്ടി സ്റ്റോപ്പ് ചെയ്യാന്നാണ് അർത്ഥം. റെഡ് ബാൻഡ് ഇൻക്ലൈൻ ആണ് നിൽക്കണമെങ്കിൽ വണ്ടി അവിടെ നമുക്ക് പ്രൊസീഡ് ചെയ്യാന്നാണ് മീനിങ്. നെക്സ്റ്റ് കളർ ലൈറ്റ് ആണ്, നമ്മൾ കോമൺ ആയി നമ്മൾ കാണുന്ന സിഗ്നൽസ് ആണ്. അതിൽ എന്താണ്, റെഡ് വന്നാൽ വണ്ടി സ്റ്റോപ്പ് ആണ്, യെല്ലോ കളർ വന്നാൽ വണ്ടി കോഷൻ ആണ്, കോഷൻ ടു പ്രൊസീഡ്. ദെൻ റെഡ് സിഗ്നൽ വന്നാൽ ഗ്രീൻ സിഗ്നൽ വന്നാൽ എന്താണ്, വണ്ടി പ്രൊസീഡ് ആണെന്നാണ് മീനിങ്. ദെൻ ലൊക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ പറഞ്ഞു റിസപ്ഷനും ഉണ്ട്, ഡിപ്പാർച്ചറും ഉണ്ട്. റിസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരു സ്റ്റേഷനിലേക്ക് കയറി വരുന്ന സ്ഥലത്ത് കൊടുക്കുന്ന സിഗ്നൽസിനെ നമ്മൾ എന്താ പറയാ, റിസപ്ഷൻ സിഗ്നൽസ് എന്ന് പറയുന്നത്. അതിൽ ഔട്ടർ സിഗ്നൽസ് ഉണ്ട്, ഹോം സിഗ്നൽസ് ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ സിഗ്നൽസ് പറഞ്ഞു കഴിഞ്ഞാൽ this is the first stop signal at a station which indicate the entry of a train from outer of the station limit into the station limit. The signal provided at an adequate distance beyond the station limit. It is provided at a distance of about 580 meter from the home signals. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ സിഗ്നൽസ് നമ്മുടെ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറുന്നതിന് 550 മീറ്റർ ഫ്രണ്ടിൽ കൊടുക്കുന്ന സിഗ്നൽസ് ആണ് എന്ത് പറയുന്നത്, ഔട്ടർ സിഗ്നൽസ്. ആ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ കയറാൻ പോകുന്ന സ്റ്റേഷനിലേക്കാണ് എന്ത് ചെയ്യണം, ട്രെയിൻ മാസ്റ്റർ ഒക്കെ നമുക്ക് അറിയണം. ആ സ്റ്റേഷനിൽ എന്തെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ആ ട്രെയിൻ മൂവ് ചെയ്തിട്ട് വേണ്ടി വരും ചിലപ്പോൾ ആ ട്രാക്കിലേക്ക് ഈ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ അനൗൺസ്മെന്റ് വരില്ലേ, ഇത്ര സമയത്തിനുള്ളിൽ വണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെയായിരിക്കും, ഹോം സിഗ്നൽസ് പറഞ്ഞാൽ ആ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാർട്ടിങ്ങിൽ വന്ന് എന്ത് ചെയ്യാൻ, വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സിഗ്നൽ കഴിഞ്ഞ് ഉള്ളിലേക്ക് കിടക്കാനുള്ള സിഗ്നലിന് നമ്മൾ എന്താ, ഹോം സിഗ്നൽ. നെക്സ്റ്റ് സിഗ്നൽ
After the outer signal, the next stop signal towards the station side is the home signal. Train ഔട്ടർ സിഗ്നലിൽ കടന്നിട്ട് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി ആ സ്റ്റേഷൻ്റെ എവിടെയാണ് വണ്ടി നിൽക്കേണ്ടത് ആ സ്ഥലത്ത് കൊടുക്കുന്ന സിഗ്നൽ നമ്മൾ എന്ത് പറയുന്നത് ഹോം സിഗ്നൽ എന്ന് പറയുന്നത്. ദ സിഗ്നൽ ഈസ് ലൊക്കേറ്റഡ് നോട്ട് മോർ ദാൻ 190 മീറ്റർ ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് പോയിന്റ് ആൻഡ് ക്രോസിംഗ്സ്. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 190 മീറ്റർ മുന്നെയാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, 180 മുന്നേ എങ്കിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഹോം സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദെൻ വണ്ടി വന്നു, സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി വണ്ടി സ്റ്റോപ്പ് ചെയ്തു, ദെൻ ആൾക്കാരെ കയറ്റണം. ദെൻ വണ്ടി ഏത് ട്രാക്കിലേക്ക് പോകണം, ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ അതോ സ്ട്രെയിറ്റ് ആണോ പോകണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഹോം സിഗ്നലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് വണ്ടി ഇങ്ങനെ കയറി നീങ്ങി വരികയാണ്. അപ്പൊ നെക്സ്റ്റ് ഡിപ്പാച്ചർ സിഗ്നൽ, സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് കൊടുക്കുന്ന സിഗ്നൽസിൽ നമ്മൾ എന്താ പറയുക, ഡിപ്പാച്ചർ സിഗ്നൽസ്. അതിലും രണ്ടെണ്ണം ഉണ്ട്, സ്റ്റാർട്ടർ സിഗ്നൽസും ഉണ്ട്, അഡ്വാൻസ്ഡ് സ്റ്റാർട്ടേഴ്സും ഉണ്ട്. സ്റ്റാർട്ടർ സിഗ്നൽസ് പറയുന്നത് സ്റ്റേഷനിൽ നിന്ന് പതുക്കെ എന്ത് ചെയ്യുക, എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ട്രെയിൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിന് കൊടുക്കുന്ന സിഗ്നൽസിനെയാണ് നമ്മൾ എന്ത് പറയും, സ്റ്റാർട്ടർ സിഗ്നൽ എന്നും. അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നൽസ് പറഞ്ഞാൽ ആ ട്രെയിനിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് മൂവ് ചെയ്യുന്നതിന് കൊടുക്കുന്ന സിഗ്നൽസിനെയാണ് നമ്മൾ എന്ത് പറയും, അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സിഗ്നൽസ് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. ദെൻ നെക്സ്റ്റ് സ്പെഷ്യൽ കാറ്റഗറീസിൽ മിസ്ലേനിയസ് സിഗ്നൽസിൽ വരും. അതിൽ കോഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, സ്പീഡ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, സ്റ്റോപ്പ് ഇൻഡിക്കേറ്റർ, സ്റ്റോപ്പ് ബോർഡ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട, ബാക്കി 3 ക്ലാസിഫിക്കേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് സ്റ്റേഷൻ യാർഡ്. മൊഡ്യൂൾ 3 എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. മൊഡ്യൂൾ 3 എല്ലാ ടോപ്പിക്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നെക്സ്റ്റ് നമുക്ക് വരുന്നത് സ്റ്റേഷൻ യാർഡാണ്. എന്താണ് സ്റ്റേഷൻ യാർഡ്? A station yard is a system of track laid out to deals with the passengers as well as goods traffic being handled by the rail. റെയിൽവേയിൽ വരുന്ന ട്രാഫിക്കിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഗുഡ് ട്രാഫിക് സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, യാർഡ് എന്ന് പറയുന്നത്. ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യുക, ട്രെയിൻസ് വന്ന് നിർത്തി പാസഞ്ചേഴ്സിനെ ഇറക്കാനോ കയറ്റാനോ, അല്ലെങ്കിൽ എന്തായിരിക്കും ഗുഡ്സ് ആൻഡ് സർവീസസ് ഇറക്കാനോ കയറ്റാനോ വേണ്ടി ഒരു ട്രെയിൻ വന്ന് ഹാൾട്ട് ചെയ്യണത്, ആ ഒരു സ്ഥലത്തിന് നമ്മൾ എന്ത് പറയുക, യാർഡ് എന്ന് പറയാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യാർഡ് ഉണ്ട്. അതിൻ്റെ പർപ്പസ് നമ്മൾ യാർഡിന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കോച്ചിങ് യാർഡ്സ്, ഗുഡ്സ് യാർഡ്സ്, മാർഷലിംഗ് യാർഡ്, ലോക്കോമോട്ടീവ് യാർഡ്, ദെൻ സിക്ക് ലൈൻ യാർഡ്. കോച്ചിങ് യാർഡ് നിങ്ങൾക്കറിയാം, നമ്മൾ എവിടെയാണോ ട്രെയിൻ വന്ന് നിന്ന് ആൾക്കാരെ ഇറക്കുന്നത് ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റേഷൻ യാർഡ് എന്ന് പറയും. ഗുഡ്സ് യാർഡ് എന്തായിരിക്കും, ഗുഡ്സ് ആൻഡ് സർവീസസ് ലോഡിങ് അൺലോഡിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ഏരിയ നമ്മൾ ഗുഡ്സ് ട്രാക്ക് എന്ന് പറയും. പിന്നെ മാർഷലിംഗ് യാർഡ് എന്തായിരുന്നു, നമ്മൾ ഒരു ട്രെയിൻ വന്ന് നിന്ന് ആ ട്രെയിൻ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അടുത്ത എഞ്ചിനായിട്ട് കണക്ട് ചെയ്യണം, നെക്സ്റ്റ് ഏതെങ്കിലും ഭാഗത്തേക്കുള്ള എഞ്ചിനായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഒരു ട്രെയിനിനെ വേറൊരു ഗുഡ് ട്രെയിൻ ആക്കി മാറ്റുന്നതിന്, വേറെ ഗുഡ്സ് ട്രെയിൻ ആക്കി മാറ്റുന്നതിന് വേണ്ടി കിടക്കുന്ന ആ യാർഡിന് മാർഷലിംഗ് യാർഡ് എന്ന് പറയാം. ദെൻ ലോക്കോമോട്ടീവ് യാർഡ് എന്തായിരിക്കും, ട്രെയിനിന്റെ ഫ്യൂവലിങ്ങും വാട്ടറിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിപ്പയറിംഗ് വർക്കിനൊക്കെ വേണ്ടി നടത്തുന്ന യാർഡിന് ലോക്കോമോട്ടീവ് യാർഡ് എന്ന് പറയും. ദെൻ സിക്ക് ലൈൻ യാർഡ്, കേടുകൾ വന്ന ട്രെയിൻസ്, പെട്ടെന്ന് നമുക്ക് നേരാക്കാൻ പറ്റാത്ത ട്രെയിൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഭാഗത്തേക്ക് മാറ്റിക്കും. അങ്ങനെ ഒരു യാർഡ് ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു ഏരിയ ഉണ്ടാക്കി റെയിൽവേ സ്റ്റേഷൻസ്, വലിയ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അങ്ങനെ ഒരു ഏരിയ ഉണ്ടാക്കി. അങ്ങനത്തെ ഏരിയ നമ്മൾ എന്ത് ചെയ്യുക, സിക്ക് ലൈൻ യാർഡ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ ട്രാക്ക് ജംഗ്ഷൻസ്. ട്രാക്ക് ജംഗ്ഷൻസ് എന്തിനാ, കോമ്പിനേഷൻ ഓഫ് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിന് നമ്മൾ എന്താ പറയുക, ട്രാക്ക് ജംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ട്രാക്ക് ജംഗ്ഷനിന് വളരെ ഡിഫറെൻറ്റ് ലേ ഔട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് ആണ് ക്രോസ് ഓവർ. ഇത് പ്രൊവൈഡ് ടു ഡൈവേർട്ട് എ ട്രെയിൻ ഫ്രം വൺ ട്രാക്ക് ടു പാരലൽ ട്രാക്ക്. ഒരു ട്രാക്കിൽ നിന്ന് അടുത്ത പാരലൽ ട്രാക്കിലേക്ക് ട്രെയിൻ കൺവേർട്ട് ചെയ്ത് പോകാൻ വേണ്ടി കൊടുക്കുന്നതിനെ നമ്മൾ എന്താ പറയുക, ക്രോസ് ഓവേഴ്സ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ആണ് ഡയമണ്ട് ക്രോസിംഗ്. ഡയമണ്ട് ക്രോസിംഗ് എന്താണ്, ടു സ്ട്രേറ്റ് കർവ്ഡ് ട്രാക്സ് ക്രോസ് ഈച്ച് അതർ. രണ്ട് കർവ്ഡ് ട്രാക്സ് ഈച്ച് അതർ ആയിട്ട് ക്രോസ് ചെയ്യുന്നതിന് ഡയമണ്ട് ക്രോസിംഗ്സ് എന്ന് പറയാം. ദെൻ സിസർ ക്രോസസ് പറഞ്ഞാൽ രണ്ട് സ്ട്രേറ്റ് പാത്ത് ആയിരിക്കും, അതിനെ കണക്ട് ചെയ്ത് രണ്ട് കർവ്ഡ് പാത്സ്, നമ്മുടെ ഒരു കർവ്ഡ് പാരലൽ ട്രാക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ പറയാം സിസേഴ്സ് ക്രോസേഴ്സ് എന്ന് പറയാം. ഇതും ഇതിന്റെ ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാം. ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്, തേർഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 14 മാർക്കുള്ള ക്വസ്റ്റ്യൻ തേർഡ് മൊഡ്യൂളിൽ ഇതുവരെ കഴിഞ്ഞ് 2 എക്സാമും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി പഠിക്കാം കേട്ടോ.